അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പണത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ നാല് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കാതിരിക്കുകയില്ല. ആ കാലഘട്ടത്തിൽ ക്ഷാമമുണ്ടാകുമത്രേ, സാമ്പത്തിക മാന്ദ്യമുണ്ടാകുമത്രേ. ആ കാലം ഭരിക്കുന്ന സർക്കാരുകൾ ഈ സമുദായത്തെ അടിച്ചമർത്തുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ഇല്ലാത്ത നിയമങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ സമുദായത്തെ വേദനിപ്പിക്കുമെന്നും സുൽത്താന്റെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അതിക്രമങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. നബിയുനാ റസൂലുള്ളാഹി ശരിയാണോ? അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കുന്നില്ലേ? കാരണം എന്താ? ഇത് തന്നെ സംഭവം. എന്റെ മോളെ കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൂടെ അൽഹംദുലില്ലാ. എന്റെ മോളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കല്യാണം കഴിച്ച വിധങ്ങൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊടുത്തു വീട്ടുപകരണങ്ങളും മറ്റെല്ലാം കൊടുത്തു. നമ്മൾ കൊടുക്കുമല്ലോ, ഇത് പോരാ, അത് പോരാ. ബ്രോക്കറെ പിന്നെയും പറഞ്ഞിട്ട്, കാരണം അയാൾക്ക് കമ്മീഷൻ ആണല്ലോ, അയാൾക്ക് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? അങ്ങോട്ട് പറഞ്ഞോട്ട് ഇങ്ങോട്ട് സത്യത്തിൽ പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത്. ഇവൻ പെണ്ണ് കെട്ടാതിരിക്കുമോ ആലോചിച്ചു. ഇവ എന്ത് ചെയ്യും? പിന്നെ വ്യഭിചരിക്കാൻ പോണെങ്കിൽ കാശ് കൊടുക്കട്ടെ, ചുമ്മാ വ്യഭിചരിക്കാൻ പറ്റുമോ? അവിടെ മഹർ കൊടുത്ത് വ്യഭിചരിക്കുന്നതിന് കൃത്യമായി മഹർ കൊടുക്കും. നല്ല ഒരു പെണ്ണിനെ കണ്ടിട്ട് എല്ലാ അളവും തൂക്കവും ഒക്കെ നോക്കിയിട്ട് എത്ര ആളെ, ഒരു മണിക്കൂറിന് മഹർ 40,000 അവിടെ എഴുതി വാങ്ങിച്ച് ഒപ്പിട്ടതിന് ശേഷമായിരിക്കും ഒറ്റ മണിക്കൂറാകുമ്പോൾ ബെല്ലടിക്കട്ട മതി. വ്യഭിചരിക്കാൻ കാശ് മഹർ കൊടുക്കും. ഹലാലായിട്ട് വിവാഹം കഴിക്കാൻ നേരത്തെ മഹർ കൊടുക്കൂല. അതന്നെ അള്ളാന്റെ കളി വന്നത്. അള്ളാന്റെ പണി വരാൻ കാരണം അതല്ലേ? ഹലാലായ കാര്യത്തിന് അള്ളാഹുവിനെ, അവന്റെ റസൂലിനെ, അവന്റെ സുന്നത്തിനെ എതിർത്തിട്ട് ഹറാമായ കാര്യത്തിന് നീ എത്ര പൈസകൾ വേണമെങ്കിലും വാരി ചെലവാക്കും. എവിടെ വേണമെങ്കിലും റൂം എടുക്കാളിയ, ആരെ വേണമെങ്കിലും കൂട്ടിക്കാളിയ, വണ്ടി എന്റെ അടുത്തുണ്ട്, വാടക വീടുണ്ട്, എനിക്ക് അവിടെ റിസോർട്ട് ഉണ്ട്, അത് നമുക്ക് എടുത്തേക്കാളിയ, ഒരു പ്രശ്നമില്ലാളിയ, നീ കൂട്ടിക്കൊണ്ട് വാളിയ. ഓക്കെ, ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്ന് ആരും പറയൂല. എന്നാ സംഭവം ശരി തന്നെയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതാണ് പറഞ്ഞത്, അധികാരികളെ കൊണ്ട് നിങ്ങളെ ഞാൻ അടിപ്പിക്കും. അടി കൊള്ളുന്നില്ല. ഇപ്പൊ നമ്മൾ വ്യഭിചരിച്ചവനും കൊള്ളുന്നു, വ്യഭിചരിക്കാത്തവനും കൊള്ളുന്നു, എല്ലാവരും കൊള്ളുന്നു, നല്ലവനും കൊള്ളുന്നു, മോശക്കാരനും കൊള്ളുന്നു. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നില്ല. വൽ ജൗരി മിന സുൽത്താൻ, സുൽത്താന്റെ ഭാഗത്ത് നമ്മൾ അവസാനം സമീപിക്കുന്നത് കോടതികളെയാണ്. എന്റെ പൊന്നു സ്വഹാബ, ആ കാലഘട്ടത്തിൽ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് നീതിപൂർവമായ ഒരു സന്തോഷ വാർത്ത ലഭിക്കുകയില്ല. 22-ാം തീയതി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക, 22-ാം തീയതി കിട്ടുമെന്നും പറഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? അത് മാത്രമേ കേട്ടാ. നമ്മൾ നന്നാവും മോനെ. അള്ളാഹു നമുക്ക് ഇവിടെ ബദരീങ്ങളെ ഇറക്കിയെടുത്ത് മലക്കൾ ഇറക്കിയ പോലെ അള്ളാഹ് ഇവിടെ മലക്കൾ ഇറക്കി തരും. നമ്മൾ നന്നാവും. എപ്പോഴും നമ്മൾ സമരം മുഖത്ത് വന്നിട്ട് ദുആരൊക്കെ ഉണ്ടായിരുന്ന റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇത്രയും ദുആ എല്ലാവരും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിതാണ്. നമ്മുടെ സമരം വിജയിക്കാത്തതിന്റെ കാരണം ഇതാണ്. നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടോ, നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ദുർവ്യയങ്ങൾ, അനാവശ്യമായ ചെലവുകൾ, ആഡംബരങ്ങൾ, ആഹ്ലാദങ്ങൾ, ആർഭാടങ്ങൾ നീ മാറ്റിത്തരണമേ, പുറത്തു തരണമേ. തന്റെ ജീവിതത്തിൽ വന്നുപോയ ആർഭാടങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട സഹാബത്ത് ദുആ ചെയ്യുമ്പോ ഞാനും നിങ്ങളും എന്നും ആർഭാടനിരതരല്ലേ? ഒരു കല്യാണ സദസ്സിൽ നമ്മൾ എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അവർ മുസ്ലിമീങ്ങളാണ്. ആ സദസ്സിലാണ് ആലിമീങ്ങൾ, പണ്ഡിതന്മാര് വന്നിരുന്ന് നിക്കാഹ് നടത്തി കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ നാമം ചൊല്ലി നിക്കാഹ് നടത്തപ്പെട്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്ന ആ മഹനീയമായ സദസ്സില് ആ പണ്ഡിതന്മാരൊന്നും അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ തെമ്മാടിത്തരങ്ങളല്ലേ
അവിടെ കാട്ടിക്കൂട്ടുന്നത് അത് എത്ര ദുർജയമാണ്, എത്ര അഹങ്കാരമാണ്. അള്ളാഹ്ക്ക് നിരക്കാത്തതും പൊറുക്കാത്തതുമായ പ്രവൃത്തിയല്ലേ. എങ്ങനെയാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കുക? ചിന്തിക്ക്. അതിനാണ് ഈ ദുആ. വൈസ്റാഫനാ ഫീ അംരിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനാവശ്യങ്ങൾ, അനർത്ഥങ്ങൾ കടന്നുകൂടി. ഒരുപാട് ഇല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടില്ലേ? വീടൊക്കെ വെക്കുമ്പോ ആവശ്യമായ വീടല്ല, അനാവശ്യമായ വീടാണ്. ആവശ്യമായ വീടിന് ആവശ്യമായ മുറികൾ. നിനക്കിന്നെ 10 മുറി വേണമെങ്കിൽ നീ വെച്ചോ. പക്ഷേ ആവശ്യമില്ലാത്ത കൊത്തുപണികളും ആഡംബരങ്ങളും കൊണ്ട് തന്റെ വീടുകളെ അലങ്കരിക്കാൻ വേണ്ടി ലക്ഷങ്ങളല്ലേ പൊടിപൊടിക്കുന്നത്. ഇസ്റാഫാണ്. നിക്കാഹിന്റെ വേളയിൽ ആവശ്യമായ ഭക്ഷണം കൊടുക്കണേ, പക്ഷെ അതിന് പകരം അനാവശ്യമായ ഭക്ഷണം വിളമ്പുകയല്ലേ. ബിരിയാണിയുടെയും ചിക്കൻ റോസ്റ്റിന്റെയും മുകളിലൂടെയല്ലേ കുട്ടികളെ പന്ത് കളിക്കുന്നത്. എത്രയെത്ര ഐസ്ക്രീമാണ് നിറഞ്ഞു കിടക്കുന്നത്, എത്രയെത്ര കുപ്പിവെള്ളങ്ങളാണ് വേസ്റ്റായിട്ട് കിടക്കുന്നത്. അതിന്റെ മുകളിലൂടെ ചവിട്ടിക്കൊണ്ടാണ് കല്യാണത്തിന് വരുന്നവരും പോകുന്നവരും എല്ലാം നടക്കുന്നതെങ്കിൽ ഓർക്കണേ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നാളെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ഒരു ദിവസമുണ്ടാകും. ഓർക്കണേ, വെള്ളം കല്യാണ വീടുകളിലൊക്കെ എത്ര വേസ്റ്റുകളാണ്. തിന്നാനും കുടിക്കാനില്ല, പക്ഷെ എത്ര വേസ്റ്റുകൾ വിടുവോ? അതാണ് ഈ ദുആ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഇസ്റാഫുകൾ നീ ഞങ്ങൾക്ക് പുറത്തു താ. അതുകൊണ്ടാണ് നിന്റെ ഭാഗത്തു നിന്ന് അടി കിട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയാം. വെറുതെ അല്ല അടി കിട്ടുന്നത്. അടി കിട്ടുന്ന വെറുതെ അല്ല, അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഇടി നമുക്ക് വരാനുള്ള കാരണം ഇത് തന്നെയാണ്. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ആഡംബരം മുസ്ലിങ്ങളാണ്. ചേട്ടന്മാരെന്ന് പറഞ്ഞിട്ട് ഈ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് ഹിന്ദിക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്. ഇഷ്ടം പോലെ പണമുണ്ട്. അവരിരിക്കുന്ന അടിയിലാണ് പണം. ചേട്ടന്മാരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഇവിടെ വലിയ തുണി എടുക്കാനും മിഠായി എടുക്കാനും ചെരുപ്പ് എടുക്കാനും ബാഗ് എടുക്കാനും ഒക്കെ ഇവിടുന്ന് ബോംബെയിലും ഗുജറാത്തിലും നിങ്ങൾ UP-യിലും ഒക്കെ പോകുന്നില്ലേ, അവിടെ ഇരിക്കുന്ന ചെറിയൊരു പെട്ടിക്കടയാണ്. അവർ ഇരിക്കുന്ന സാധനത്തിന്റെ അടിയില്ല അവന്റെ പൈസ മൊത്തം, നോട്ട് കെട്ടുകളാണ് മൊത്തം ഇരിക്കുന്നത്. വീട്ടിലും ഇതേപോലെ ഒരു ചെറിയൊരു ബക്കറ്റി കൊണ്ടോടെ സൂക്ഷിച്ചു വെച്ചു. ആകെപ്പാട് 2 മുറി കാണും. എല്ലാം അതിനകത്ത് കോടികൾ അവർക്കുണ്ട്. നമുക്ക് പൈസ ഒന്നുമില്ല, കോടികൾ നമുക്കുണ്ട്. എല്ലാം ബാങ്കിലാ. കോടികൾ എടുത്തിട്ട് നമ്മൾ എങ്ങനെ ആഡംബരങ്ങൾ കാണിച്ചു. നബിയുനാ റസൂലുള്ളാഹി തആല പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്ക് സാന്ദർഭികവശാൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇദാ ബഗൽ മുസ്ലിമൂന ഉലമാഅഹും. മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരു കാലം വന്നാൽ, ഈ സത്യാവസ്ഥ ജനങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ ഉലമാക്കളെ ഈ സമുദായം വെറുക്കുമത്രേ, ഉലമാക്കളോട് ദേഷ്യം പിടിക്കുമത്രേ. ഒരു സമുദായത്തിന്റെ പലിശക്കെതിരെ ഉലമാക്കൾ പ്രതികരിച്ചാൽ ആ ഉസ്താദന്മാരെ ആ മഹല്ലിൽ നിന്ന് പുറത്താക്കാതെ അവർക്ക് വിശ്രമമില്ല. ആ ഉസ്താദിനെതിരെയായിരിക്കും അവരുടെ സമരം. കള്ളുകുടിക്കെതിരെ, വ്യഭിചാരത്തിനെതിരെ, അനാചാരത്തിനെതിരെ ഏതെങ്കിലും പണ്ഡിതന്മാരെ പള്ളിയുടെ മെമ്പർ മെഹ്റാബുകളും ഉപയോഗിച്ചാൽ ആ പണ്ഡിതന്മാരെ അവിടെ നിന്ന് കെട്ടിക്കുന്നത് വരെ ആ മസ്ജിദിലേക്കായിരിക്കും നമ്മുടെ സമരം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇദാ ബഗൽ മുസ്ലിമൂന ഉലമാഹും. മുസ്ലിം സമുദായം ഉലമാക്കളോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന കാര്യം വന്നാൽ നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരസ്യമായി നടറോഡിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലം വന്നാൽ, കടകളിലും പീടികകളിലും അങ്ങാടിയിലും മാർക്കറ്റിലുമൊക്കെ നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാലം വന്നാൽ, ഇപ്പൊ മുസ്ലിം സംഘടനകൾ ഒരുപാടുണ്ട്. മുസ്ലിം സംഘടനകൾ പലരും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിം സംഘടനയ്ക്കെതിരെ കുറ്റം പറയണം. അതാണ് വലിയ സഹിക്കാൻ പറ്റാത്ത. നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണം. ഈ സമയത്തെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടുന്നില്ലേ, ഒരു പൊതുവായ വിഷയമാണ്. ഈ സമയത്തെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ ഇവന്റെ മനസ്സിലാവില്ല. പറഞ്ഞ അവൻ ആ സംഘടന, ഈ സംഘടന, അവനെ ആ മൊയ്യാര, ഈ മൊയ്യാര, ഇത് കുറ്റം പറഞ്ഞ് ഇപ്പോഴും ഒറ്റപ്പെടുത്താണ്. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. നമ്മുടെ ഓരോരോ ആഭ്യന്തര പ്രശ്നങ്ങൾ പരസ്യമായി നടറോഡിൽ വിളമ്പുന്ന കാലം വന്നാൽ, കല്യാണ മാമാകം, കല്യാണ ആഡംബരങ്ങൾ, കല്യാണത്തിന്റെ പണത്തിന് വേണ്ടി ഒരു പെണ്ണിന്റെ പിതാവിന്റെ പൈസയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കുന്ന ഒരു കാലം വന്നാൽ, തങ്ങൾ പറഞ്ഞതാണ്, ആ കാലഘട്ടത്തിൽ അന്നത്തെ
കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ പണം അങ്ങോട്ട് കൊടുക്കണേ. പെണ്ണുങ്ങൾക്കെതിരെയായിരുന്നു അവിടുത്തെ ദുആകളും അവിടുത്തെ ഹദീസുകളും. എന്താണ്? ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മഹർ കുറച്ചു കൊടുത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൾക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ കൂലി നൽകുമത്രേ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വീരമൃത്യു വരിച്ചതിന്റെ കൂലി നൽകുമത്രേ. വലിയ കാര്യം. ഒരു പെണ്ണ് തന്റെ മഹർ കുറച്ചു കൊടുത്താൽ, ഒരു പെണ്ണ് മഹർ കുറച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ സൗദിയിൽ പോയി നോക്കുക, അവിടെ മഹർ കൊടുക്കാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കല്യാണം കഴിക്കാൻ പറ്റാത്ത 40-45 വയസ്സായ പുരുഷന്മാരുണ്ട് വിദേശ രാജ്യങ്ങളിൽ. കാരണം ഒരു പെണ്ണിനെ കെട്ടാൻ പോകുമ്പോൾ മഹർ ചോദിക്കും. എത്ര പൈസ മഹർ? 35,000 റിയാൽ ഏറ്റവും കുറഞ്ഞത് വേണം. 35,000 റിയാലൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ മഹർ ചോദിക്കുന്നത്. 35,000 റിയാൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 7 ലക്ഷം രൂപ കല്യാണം കഴിക്കാൻ വേണം പെണ്ണിന് കൊടുക്കാൻ മഹറായിട്ട്. നമ്മളിപ്പോ ഒരു പവന്റെ സ്വർണം, ഒരു പവൻ 8 ഗ്രാം, 8 ഗ്രാം അല്ലെങ്കിൽ ഒരു 12 ഗ്രാം അല്ലെങ്കിൽ ഒരു 15 ഗ്രാം. ഈ 15 ഗ്രാം മഹർ ഭർത്താവ് എന്ന് പറയുന്ന ഈ സാധനം കൊടുക്കണം. അവനാണോ കൊടുക്കുന്നത്? അതിന്റെ 2 ആഴ്ചക്ക് മുമ്പ് ഈ പെണ്ണിന്റെ വാപ്പ കൊണ്ടുപോയി അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഈ തുരുമ്പ് പിടിച്ചവനാണ് കല്യാണം കഴിക്കാൻ നമ്മുടെ പെണ്ണിനെ. സ്വന്തം മഹർ വായിക്കാൻ പൈസ ഇല്ലാത്ത ഈ മൊയന്തിന് അമ്മയുടെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് ഈ കെട്ടിച്ചു കൊടുക്കുന്ന വാപ്പായ അടിക്കണ്ടേ ആദ്യം? 2 ആഴ്ചക്ക് മുമ്പ് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഒരു മോതിരം അതിനകത്തുണ്ടാക്കി അത് ഇട്ട് വെച്ച് കൊടുത്തിട്ട് ഇത്ര പൈസ വെച്ച് കൊടുത്ത് അതിനകത്ത് അവൻ മഹറും മേടിച്ചോണ്ട് ഈ പെണ്ണിനെ കെട്ടാൻ വരും. ഈ പെണ്ണെന്ന് പറഞ്ഞ സാധനം എന്താ അബീവേ? ഞാനൊരു സംശയം ചോദിച്ചു. നമ്മുടെ വീട്ടിലെ കക്കൂസ് നിറഞ്ഞു. നമ്മുടെ വീട്ടിലെ കക്കൂസ് നിറഞ്ഞു. നമ്മള് ലോറിക്കാരനെ വിളിക്കും. പൈസ കൊടുക്കത്തില്ല, എടുത്തോണ്ട് പോകാൻ. അല്ലെങ്കിൽ എടുത്തോണ്ട് പോ. എത്ര അവൻ ചോദിക്കുന്ന പൈസ കൊടുക്കണ്ടേ? 10,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ കൊടുക്കണം. കാരണം ആ വേസ്റ്റ് എടുത്തോണ്ട് പോവുകയും ചെയ്യും, പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്യും. വേസ്റ്റ് കളയുന്നതിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. നമ്മുടെ മോള് വേസ്റ്റ് അല്ല. ഇന്ന് നമ്മുടെ മോളെ വീട്ടിൽ നിന്ന് കാലിയാക്കി തരാൻ നമ്മൾ എന്തൊക്കെയാ കൊടുക്കുന്നത്? സ്വർണം കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു, വണ്ടി കൊടുക്കുന്നു. ഈ സാധനത്തിനിട ഒന്ന് കൊണ്ടുപോടാ, ഇവിടുന്ന് പോടാ. ഇവിടെ കിടന്ന് 10-18 വർഷം കൂടെ നാറുവായി ഈ സാധനം വേസ്റ്റ്. ഒന്നെടുത്തോട്ട് പോടാ, നിനക്ക് ഞാൻ വേണമെങ്കിൽ എത്ര പൈസ കൊണ്ടും തരഞ്ഞു ഒന്ന് കൊണ്ടുപോ എന്നും പറഞ്ഞ് ഓടിച്ചുവിടല്ലേ, പൈസയും കൊടുത്ത് വേസ്റ്റ്. അതല്ലേ ഇന്ന് നടക്കുന്ന കല്യാണം. നമ്മളാണെങ്കിലും അങ്ങനല്ലേ. ഇസ്ലാമിക നിയമം എന്താ? മഹർ അങ്ങോട്ട് കൊടുക്കണം. അതാണ് നബി തങ്ങൾ സ്ത്രീകളോട് ഉപദേശിച്ചത്. സ്ത്രീകളോട് നബി തങ്ങൾ ഉപദേശിച്ചതാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് മഹർ കുറച്ചു കൊടുത്താൽ കല്യാണം കഴിക്കണമെന്ന് കൊതിക്കുന്ന പുരുഷന്മാരുണ്ട്. പക്ഷേ മഹറിന്റെ ഭയങ്കര വിലയും മഹറിന്റെ ആധിക്യവും കാരണം വിവാഹം വൈകി പോകുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ ചെറുപ്പക്കാരുടെ വിവാഹം നടക്കണമെങ്കിൽ പെങ്ങളെ സഹോദരിമാരെ, നിങ്ങളുടെ മഹറിൽ നിങ്ങളെ ഇളവ് വരുത്തണേ നബിയുനാ റസൂലുള്ളാഹി. അതാണ് അന്ന് പെണ്ണുങ്ങൾ തീരുമാനിക്കണം. നീ കല്യാണം കഴിക്കണമെങ്കിൽ, ചെറുക്കൻ കല്യാണം കഴിക്കണമെങ്കിൽ പെണ്ണ് തീരുമാനിക്കണമായിരുന്നു. അതാണ് അന്നും ഇന്നും ഇസ്ലാമിക നിയമം. പക്ഷെ ഇന്ന് തിരിഞ്ഞു പോയില്ലേ? എന്തിനാണ് ഈ സാധു സംഘടനകൾ വരാൻ കാരണം? എന്തിനാണ് ഈ ചാരിറ്റികൾ വരാൻ കാരണം? എന്തിനാണ് നമ്മൾ ഒരു പവൻ അരപ്പവൻ കാൽപ്പവൻ വെച്ച് പിരിക്കാനുള്ള കാരണം എന്താണ്? ഈ പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആരുമില്ല. അവൾ ഉള്ളത് അങ്ങോട്ട് കൊടുത്താലും പോരാ എന്ന് പറഞ്ഞു നിൽക്കുന്ന പാഹയന്മാര് ഈ ദുനിയാവിൽ ഉള്ളിടത്തോളം കാലം ഈ നാട് നന്നാവൂല. എവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നേ? എന്നിട്ട് പേരിന് ഒരു പവനെ കൊടുത്തുള്ളൂ അച്ചാരത്തിന് പോയപ്പോ, അതുകൊണ്ട് 8 ഗ്രാം. 2 പവൻ കൊടുത്തിരുന്നെങ്കിൽ 16 ഗ്രാം. മഹറിന് എന്റെ മകളെ ആ മഹർ ഞാൻ സ്വീകരിച്ച് എന്റെ മകളെ നിനക്ക് ഞാൻ ഹലാലായ ഭാര്യയാക്കി, എണ്ണയാക്കി, തുണയാക്കി, വെളിച്ചാക്കി, എണ്ണയാക്കി ഞാൻ തന്നിരിക്കുന്നു. ആരുടെ പൈസ? ഈ പറയുന്ന മോലാളിയുടെ തന്നെ പൈസ. ഇപ്പൊ ചുരുക്കി പറഞ്ഞ വാപ്പ തന്നെ മോളെ കെട്ടുന്ന അവസ്ഥയായത്. കണക്ക് നോക്കുമ്പോ അങ്ങനല്ലേ? ഈ പൈസ ആരോട്ട് കൊടുത്തതല്ലേ ദിവസം? സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് മഹർ വാങ്ങാൻ പൈസ ഇല്ലാത്ത ഈ ചങ്ങാതിക്ക് നിന്റെ മോളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കാനുള്ള
വലിയൊരു അവസ്ഥ ഇന്ന് എങ്ങനെ നമ്മളെ രക്ഷപ്പെടും? ഇന്ന് നമുക്കിടയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങള്, സാമൂഹ്യമായ പ്രശ്നങ്ങള്, വീട്ടിനുള്ളിൽ പ്രശ്നങ്ങള്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങള്, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും 20 വർഷം വരെ ജീവിച്ചു. 21ാമത്തെ വർഷത്തിൽ അവർ തലാക്കായി. ഈ ഭാര്യ അവനെ വിളിക്കുന്ന ചീത്തയ്ക്ക് വല്ല കണക്കുണ്ടോ? ഈ ഭർത്താവ് ഇവളെ വിളിക്കുന്ന ചീത്തയ്ക്ക് വല്ല കണക്കുണ്ടോ? 20 വർഷം ഇവള് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നടന്നിട്ട് ഈ 21ാമത്തെ വർഷത്തിൽ ചീത്ത വിളിക്കുന്നതിനകത്ത് വല്ല മാന്യതയുണ്ടോ? 20 വർഷം തിന്നിട്ട് നന്ദി കെട്ട പരിപാടിയല്ല കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിക്കാഹിന്റെ സദസ്സിൽ ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കണം, ഈ ചങ്ങാതിക്ക് ഈ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ കൈ രണ്ടും കൂടെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോ എന്താണ് ഈ പശയുടെ ഗുണമെന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. ചുമ്മാ ഇങ്ങോട്ട് കൊണ്ടുവരാം. അവനൊന്നും അറിയത്തില്ല, വായിക്കാത്തില്ല, മുറുക്കാനിട്ടതുപോലെ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയല തന്നെ. അങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാം കേട്ടോ, എല്ലാം കേട്ടല്ലോ, അല്ല ശരിയല്ല, അല്ല ശരിയാ, എന്താ ശരി, ഉസ്താദ് പറഞ്ഞു മനസ്സിലാവും, അല്ല മനസ്സിലാവും, എന്താന്നല്ല മനസ്സിലാവും, മനസ്സിലായില്ല, ഇപ്പോൾ എഴുന്നിട്ട് പോകാൻ സ്ഥലം എല്ലാം മനസ്സിലായ കല്യാണം കഴിയണം. മുസ്ലിയാര് പോയി അവിടെ പടക്കം പൊട്ടിയിരുന്നു. രണ്ട് കാര്യം നിക്കാഹിന്റെ സദസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് തലാഖ് അധികരിക്കുന്നു? എന്തുകൊണ്ട് ഈ തലാഖിനെ വെറും മോശമായിട്ട് കാണുന്നു? ഇസ്ലാം എല്ലാം പറയുന്നില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അള്ളാഹു അനുവദിച്ചതിൽ വെച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ത്വലാഖ്. ത്വലാഖ് എന്നൊക്കെ ഒരു ചർച്ച തന്നെ ചെയ്യാൻ പാടില്ല. ഈ സാമാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനകത്തെല്ലാം കണ്ടിട്ട് നമ്മളെ പിടിച്ചോണ്ട് പോയി നിങ്ങൾക്ക് വല്ല അട്ടം വല്ലതും ഉണ്ടോ? ഇത് ഉണ്ടാക്കി വെക്കില്ലെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല സംഭവം. ഇപ്പൊ ഞാൻ ഡൽഹിയിൽ നിന്ന് കുറെ KMW കുറെ ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ കുറെ പരാതിയൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതിനകത്ത് ഒന്നുമില്ലേ, നിങ്ങളെ മുസ്ലിങ്ങളൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് പലതും ഇതൊക്കെ എടുത്ത് മറ്റേടുന്നൊക്കെ പറഞ്ഞു. ആരോട് പറയാൻ? അഞ്ചാറ് പ്രവാസികളെ അവിടെ ദുബായിലിരുന്ന് 5-6 പേര് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കരുവാക്കണം. നമ്മൾ ചീത്ത വിളിയൊക്കെ നിങ്ങളാരും അറിയുന്നില്ലല്ലോ. നമ്മളെ ചീത്ത വിളിയൊക്കെ നിങ്ങളാരും അറിഞ്ഞില്ല. നമ്മളെ വിളിച്ചോണ്ടിരിക്കുക ദിവസത്തെ കുടുംബ ജീവിതത്തിൽ ഉസ്താദ് ഇങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, മാന്യതയില്ലേ പറയുന്നുണ്ടോ? ഇതില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാം. എന്ത് ചെയ്യാൻ പറ്റും? എന്തെല്ലാം പറഞ്ഞെന്നറിയോ? അടുത്ത സമയത്ത് ഇത് തന്നെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ലൈവ് അതാ കേൾക്കൂല. വെറുതെ നമ്മളെ ഊർലിങ്ങളെ കുറിച്ച് ഖുറാനിൽ പറയുന്ന ഊർലിങ്ങളെ കുറിച്ച് നമ്മൾ പറയാതെ അള്ള പറഞ്ഞല്ലേ നമുക്ക് പറയേണ്ടത്. പിന്നെ ഊർലിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഊർലിങ്ങളെ എടുത്ത് മറ്റവരുടെ അതിനകത്തിട്ട് അതിലിട്ട് ഇതിലിട്ട് മൊത്തം ഇളക്കി മറിച്ച് അളിയാ അമ്മക്കൂടെ കിട്ടുവാളിയാ, അമ്മക്കൂടെ കൂടാളിയാ, അമ്മക്കൂടെ കിട്ടുവാളിയാ. ഇതിന്റെ ഒക്കെ കാരണം ഇതിന്റെ സംഘാടകര് വഹിച്ചോണം. പരിശുദ്ധ ഖുർആനും ഹദീസിനെയും മോശമായി ആര് എവിടെ ഏതെല്ലാം ചാനലുകളിൽ അവർ കാണിക്കുന്ന അതിന്റെ ഉത്തരവാദിത്തം ഇത് ഇവിടെ നിന്ന് സംപ്രേഷണം ചെയ്യുന്നവർ, അതിന് സൗകര്യം കൊടുത്തവർ അള്ളാന്റെ മുന്നിൽ സാക്ഷി. ഞാൻ ഞാൻ കുറ്റക്കാരനല്ല. ഉള്ള കാര്യം ഞാൻ പറയണത്. ഞാൻ അള്ളാഹുവിന്റെ കലാമ മാത്രം. അതേപോലെ ഈ മണിയർ രഹസ്യം ഒരു വിഷയം പറഞ്ഞു കൊടുത്തു. അതിനകത്ത് സ്ത്രീകളോട് എങ്ങനെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് ഖുർആനിന്റെയും ഹദീസിന്റെയും വീക്ഷണത്തിലാണ് പറഞ്ഞു കൊടുത്തത്. അല്ലാതെ നമ്മൾ ദീനിന്റെ സദസ്സിലെ ഖുർആനിന്റെയും ഹദീസിന്റെയും വീക്ഷണങ്ങളാണ് നമ്മളോട് പറയുന്നത്. അല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും, ഞാൻ സെക്സോളജിസ്റ്റ് ഒന്നും അല്ല. ഈ കറക്റ്റ് എങ്ങനെ ചെയ്യണം അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് എങ്ങനെ, അള്ള പഠിപ്പിച്ചെങ്ങനെ, അത് പഠിപ്പിച്ചു കൊടുത്തു. അത് അതിനകത്ത് അത് ഇങ്ങനെ മലർത്തി കടത്തി ചരിച്ചു കടത്തി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നോട് ചോദിക്കുക അവിടുന്ന്. ഞാൻ പിന്നെ ഖുർആൻ ഹദീസിനകത്ത് മലർത്തി കടത്തി എന്നുള്ളവരെ കമത്തി കടത്തി എന്ന് പറയാൻ പറ്റുമോ? അതിനകത്ത് വളർത്തിന്ന് കിടന്നു, ഞാൻ മലർത്തിന്ന് അറബി ഭാഷയിലുണ്ട്. ചരിച്ച് മലർത്തി ഇങ്ങനെയൊക്കെയാണ് ഹദീസിനകത്ത് വന്നത്. ഞാൻ അതല്ലാതെ പിന്നെ എനിക്ക് വേറെ എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് വരേണ്ട ഖുർആനിനകത്തും ഹദീസിലുള്ളത് ഞാൻ പറയാം. എന്റെ മതത്തിന്റെ അനുയായികളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കേണ്ട അവകാശം എന്താ? ഭയങ്കര ചർച്ചകൾ നടന്നു. അതുകൊണ്ട് ഹദീസിനെ എല്ലാം ഇട്ട് അനാവശ്യമായി ചർച്ച ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അള്ളാഹുവെ ആരാണോ ഇത് സംപ്രേഷണം ചെയ്യുന്നത് അതിന് സൗകര്യം അവരിലേക്ക് വിട്ടേക്കണം. എന്നെ പിടിക്കരുത്. ഞാൻ എന്നോട് ഞാൻ സംസാരിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. എനിക്ക് പേടിയൊന്നുമില്ല. ഇങ്ങനെ ആരും അല്ലാഹ് അല്ലാതെ ഒരു മനുഷ്യൻ നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ. അല്ല നമുക്കിപ്പോൾ എന്ത് 10 പേര് വാദം നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇസ്ലാമിലെ നിയമങ്ങളെ എടുത്തിട്ട് അനാവശ്യമായിട്ട് ഇട്ട് ഇളക്കുകയാണ് സംഭവം. നമ്മൾ ഏതെല്ലാം രീതിയിൽ കരിവാരിത്തേക്കാൻ പറ്റുമോ അതിനുള്ള വഴികളായി ഇപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അല്ല അതിന്റെ നല്ല വശങ്ങളല്ല ചിന്തിക്കുന്നത്, നല്ല വശങ്ങളല്ല.
ഒരു സ്ത്രീയുമായുള്ള ശാരീരിക ബന്ധത്തിൽ ഗുദമൈഥുനം പാടില്ല, മലദ്വാരത്തിലൂടെ ഭോഗിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്, അത് പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ വഴികൾ, അതിന്റെ ന്യൂനതകൾ, അതിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇസ്ലാം വിവരിക്കുന്ന എന്താണ്, നമ്മൾ പരസ്യമായിട്ട് കൊടുക്കുമ്പോ അത് കറക്റ്റ് അതിന്റെ ഫ്രണ്ടും ബാക്കും എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് മാത്രം എടുത്ത് അങ്ങോട്ടിടും, അതിന്റെ ഫേസ്ബുക്കിൽ ഇട്ടും അലക്കിട്ട് പൊങ്കാല. എന്നെ എല്ലാവരും വിളിക്കും, നിങ്ങളെ കുറിച്ച് ഭയങ്കര ഫേസ്ബുക്കിനകത്ത് അങ്ങനെ കിടന്ന് ഇങ്ങനെ നടക്കുന്നല്ല. ഞാൻ ഇതൊന്നും ആലോചിക്കാൻ പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? ഫേസ്ബുക്കിൽ കാണുന്നുണ്ടോ? ഫേസ്ബുക്കിനകത്തുണ്ട്, നമ്മളെ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. നമ്മൾ അള്ളാഹുലേക്ക് കൂടും, അവന്റെ പണി അവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അവരങ്ങ് തീർക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങളോട്. അല്ലാതെ നമ്മൾ ഈ ലൈവ് കൊടുക്കുന്നതിനോട് നമുക്ക് വിരോധമൊന്നുമില്ല, കൊടുത്തോളി. പക്ഷെ അതിന്റെ പിന്നിൽ പിന്നെ നമ്മൾ കിടന്ന് പറയും കിടന്നോളൂ. നിങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞോടുകൂടി മാസലാമ നിങ്ങളോടെ പണി കൊടുക്കും. നിങ്ങൾ ഇനി അടുത്ത വർഷം ജീവിച്ചിട്ട് ഇവിടെ ഒന്ന് വിളിച്ചോക്കട്ടെ, അബൂബക്കർ മുസ്ലിയാർ ഉണ്ടോ നോക്കട്ടെ, അയാത്തോടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പരിപാടിക്ക് ഒന്ന് വരാൻ പറ, സ്ഥാനം എടുത്താനോട്. അല്ലാതെ കണ്ടുപിടിച്ച് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിക്കുന്ന അടുത്ത വർഷം അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ബന്ധങ്ങൾ അങ്ങനെയാണ്, അത് പരിപാടി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ സംഭവം, അങ്ങനെയാണല്ലോ. അല്ലാതെ എങ്ങനെയുണ്ട് ഉസ്താദ്? ഇന്നേ വരെ വാല് കഴിഞ്ഞിട്ട് പോയിട്ട് ഉസ്താദ് വീട്ടിലെത്തിയൊന്ന് ഒരു കൗമ് പോലും വിളിച്ചു ചോദിച്ചിട്ടില്ല. വർഷം 25 ഞാൻ പ്രസംഗിക്കുന്നത്. പാതിരാ സമയത്ത് വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് ചിലപ്പോ ഓടിച്ചു വരും. ഇന്നത്തെ ഈ സാഹചര്യങ്ങളുടെ മനസ്സിലാക്കിയിട്ട് പോലും ഇന്ന് ഒരു കൗമ് പോലും ഉസ്താദ് വീട്ടിലെ സുരക്ഷിതത്വം എത്തിയോ റാഹത്ത് ഇന്ന് വിളിക്കും. ഇന്ന് വിളിച്ചിട്ട് കാര്യമില്ല, അത് പറഞ്ഞോണ്ടാ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പറഞ്ഞോണ്ടല്ലേ എന്നെ വിളിക്കുന്നത്. ഞാൻ കൊണ്ടോട്ടിന്ന് വാത് കഴിഞ്ഞിട്ട് എന്റെ വണ്ടി അപകടത്തിൽ പെട്ടിട്ട് 3 ദിവസം ആശുപത്രി കിടന്നിട്ടല്ലോ ആ ചങ്ങാതിമാര് വണ്ടി തമിഴ് പൊടിയാ, എന്നിട്ട് പോലും ആ ചങ്ങാതിമാരെ വിളിച്ച് ചോദിച്ചതേ ഇല്ല എന്ത് സംഭവിച്ചു. ഇതാണ് അവസ്ഥ. അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞാൽ നിങ്ങളുടെ പണി കഴിഞ്ഞു, നമ്മൾ കിടന്ന പിന്നെ പണിയെടുക്കണം. മനസ്സിലായില്ല? അതുകൊണ്ട് കുറച്ചൊക്കെ സൂക്ഷിക്കാണ്ട് ഈ പ്രസംഗം നിർത്താൻ തന്നെ പോവാണ്. വെറുതെ ചുമ്മാ എന്തിനാ കിടന്ന് ആടിയും പഴക്കുണ്ടാക്കാൻ എന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. കുറച്ച് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചില വിഷയങ്ങൾ ചില പച്ചയ്ക്കൊക്കെ പറയേണ്ടി വരും. എന്നാലേ ഈ കൗമിന്റെ മനസ്സിൽ കയറുള്ളൂ. അതൊക്കെ ഒന്ന് പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ആര് പറഞ്ഞു കൊടുക്കും? അപ്പൊ അന്നേരം നമ്മളിതൊക്കെ ഇച്ചിരി പച്ചയ്ക്ക് പറയുമ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പലരും എടുത്തിട്ട് ആവശ്യമില്ലാത്തതൊക്കെ കാണിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹു എല്ലാം മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അപ്പൊ നമ്മുടെ സഹോദരിമാർ, ബഹുമാനമുള്ള സഹോദരിമാരെ, നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, കുടുംബ പ്രശ്നങ്ങളാണ്. നിക്കാഹിന്റെ സദസ്സിൽ ഒരു ഭർത്താവ് ഒരു നവവരന്റെ കൈക്ക് പിടിച്ച് ആ പെണ്ണിന്റെ പിതാവ് അവരുടെ രണ്ടുപേരുടെ കൈക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ? അതൊന്ന് ഈ പുതിയ പെണ്ണിനും കൂടെ പറഞ്ഞു കൊടുക്കണോ, പുതിയ ചെറുക്കനും കൂടെ പറഞ്ഞു കൊടുക്കണം. ക്രിസ്ത്യാനികളെ കണ്ടുപിടിക്കും. 15 ദിവസം ബിഷപ്പ് ഹൗസിൽ പോയിട്ട് എന്താണ് വിവാഹം, വൈവാഹിക ജീവിതം എന്ത് എന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. 15 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ബിഷപ്പ് ഹൗസിൽ പോയി പഠിക്കണം എന്താണ് കല്യാണം. അപ്പൊ അവർക്കൊക്കെ തലാഖ് കുറവായിരിക്കും, നമ്മളറിയുന്നില്ല. നമുക്ക് ഇത് ആര് പഠിപ്പിച്ചിരുന്നുണ്ട്? ഏതെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഉസ്താദിന്റെ മുന്നിൽ പോയിരുന്നിട്ട് ഒരു 15 ദിവസം ഉസ്താദെ എങ്ങനെ കല്യാണം കഴിക്കേണ്ട ഉസ്താദ്, എങ്ങനെ അതിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിന്റെ തർത്തീബുകളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചു പഠിച്ചിട്ടാണോ ഈ കല്യാണം കഴിക്കാൻ പോകുന്നത്? ആലോചിച്ചു. കല്യാണം എന്ന് പറഞ്ഞാൽ ഇവന്റെ പരിപാടി എന്താ? ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശാരീരികമായി ബന്ധപ്പെടാനുള്ള ഒരു സാധനം, ഒരു മിഷൻ, അതാണ് ഈ സാധനം. അങ്ങനെ ധരിച്ചു പോയി. അതാണ് നിക്കാഹ്, കല്യാണം. ഇപ്പൊ ഹനഫി മതം അനുസരിച്ച് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധമാണെന്നൊക്കെ ഉണ്ട്. സംഭവം അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ, എപ്പോ, ഏതവസ്ഥയില്, ഏതെല്ലാം രീതിയിലാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ആരാണ്? അവളുടെ മഹത്വം ആദ്യം പഠിക്കണം. ആ പെണ്ണ് പറയണം ആരാണ് ഭർത്താവ്. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വം എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വേണം കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. ഇതൊന്നുമല്ല ചർച്ച. അവനെന്ത് ജോലി, അവൾക്കെന്ത് ജോലി, ഇവനെത്ര വയസ്സ്, അവൾക്കെത്ര വയസ്സ്, ഇവനെന്തൊക്കെ അസുഖം, അവൾക്കെന്തൊക്കെ അസുഖം, അവന്റെ വാപ്പ എവിടെ, അവളുടെ വാപ്പ എവിടെ, ഇവനെത്ര ഏക്കറുണ്ട്, അവൾക്കെത്ര വീടുണ്ട്, ഇവനെത്ര വണ്ടി കിട്ടും, അവൾക്കെത്ര ഓട്ടോറിക്ഷ കിട്ടും. ഇതല്ല ചർച്ച. അല്ലാതെ വേറെ ചർച്ച ഉണ്ടോ?
നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദര എന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ അവൻ എന്ത് മറുപടി പറയും? നമ്മളൊക്കെ ലജ്ജിച്ചു പോയിട്ടുണ്ട്. നിക്കാഹ് നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിരുത്തി നമ്മളെ നിക്കാഹ് നടത്തുമ്പോ അത് പറഞ്ഞു കൊടുക്കുമ്പോ ആ സീഗ പറയുമ്പോ അതുപോലും ആ ഹർഫ് ഉച്ചരിച്ചുകൊണ്ട് ആ മഖ്റജ് വെളിപ്പെടുത്തിക്കൊണ്ട് പറയാൻ പോലും ഒരു ചങ്ങാതിക്ക് അറിയില്ല. ഇവർക്ക് നമ്മൾ നിക്കാഹ് നടത്തി കൊടുക്കാണ്. പിന്നെ മലയാളത്തിലൂടെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഒപ്പിക്കൽ ഒപ്പീര് കല്യാണം എന്ന് പറയുന്ന പോലെ അവൻ എങ്ങനെയെങ്കിലും ഇതൊന്നും തീർന്നു കിട്ടിയാൽ മതി, അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിട്ട്. ഇതിന്റെ ഇടയ്ക്ക് ഉസ്താദ് ഈ ആവശ്യമില്ലാത്ത ഇതൊക്കെ ചൊല്ലിക്കൊടുത്ത് ഭയങ്കര ദുആയി നീട്ടിപ്പിടിച്ച് വലിയ ദുആ ഒക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? എന്തിനാ ഉസ്താദ് ഇത്രയൊക്കെ ദുആ? ഞാൻ ചെയ്യാറുണ്ട്. എടാ ഇവൻ ആവശ്യമില്ലല്ലോ ഇത്. നമ്മൾ അഞ്ചാറ് പ്രാവശ്യം ഓടിക്കാൻ ഇതൊക്കെ നമ്മൾ 6 പ്രാവശ്യം ഒക്കെ ഓതിയിട്ട് അങ്ങോട്ട് വലിയ നീട്ടിപ്പിടിച്ചൊക്കെ ഒരു ദുആ 3 പ്രാവശ്യം അയ്യുഹ സൗജാ ബാറകല്ലാഹു ലകുമാ വ ബാറക അലൈകുമാ ജമാ ബൈനകുമാ ഫീ ഖൈരിൻ വ ലുത്ഫിൻ വ ആഫിയ. എന്താന്ന് പോലും ആ ചങ്ങാതിക്ക് അറിയില്ല. ഈ പറയുന്നത് എടാ ചങ്ങാതി നിനക്ക് വേണ്ടിയാടാ ഈ പറയുന്നത്. 3 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവ ഇഖ്ലാസോടെ ആമീൻ പറയണ്ടേ? ഏയ് പുതിയ മണവാളനെ, പുതുമണവാട്ടി, നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് അല്ലാഹു നല്ല മക്കളെ തരട്ടെ എന്നാ ഇവിടെ ഇരുന്ന് നമ്മള് ദുആ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ മക്കളുണ്ടാവാത്ത കളവന്മാരായിരുന്നു ആമീൻ പറയുന്നത്. ഇവ ആമീൻ പറയില്ല. സംഭവം ചില സ്ഥലത്ത് ഈ മൈക്കിനകത്തൂടെ നിക്കാഹ് നടത്തി കൊടുക്കും. അതും കൂടെ ഇരിക്കുന്നവരൊക്കെ പറയും ഞാൻ ഇഷ്ടംപോലെ കൂടെ ഒരു പെണ്ണിന് എത്ര പേരാ കിട്ടുന്നില്ലേ? പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്താൻ കൂടെ ഇരിക്കുന്നവരൊക്കെ പറഞ്ഞൊക്കെ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. അവരും അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ ഉസ്താദ് അവിടെ. അപ്പൊ എന്താ രണ്ട് അടിസ്ഥാനമാണ് നമ്മൾ കല്യാണം നടത്തി കൊടുക്കുമ്പോ. ഇംസാകുൻ ബിമഅറൂഫിൻ ഔ തസ്രീഹുൻ ബിഇഹ്സാൻ. ഒരു പെണ്ണിനെ നീ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കാൻ പോവുകയാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. അവർ നിന്നോടെടുക്കുന്ന കരാർ ബലിഷ്ഠമായ കരാറാണ്, ഉടയ്ക്കാൻ പറ്റാത്ത കരാറാണ്. ആ കരാറാണ് നിന്നിൽ നിന്ന് അവരെടുക്കുന്നത്. നിന്നെ വിശ്വസിച്ചാണ് ഈ പെണ്ണിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആ 2 കരാർ എന്തെന്ന് നിനക്കറിയുമോ? ഒന്ന് ഇംസാകുൻ ബിമഅറൂഫ് ഔ തസ്രീഹുൻ ബിഇഹ്സാൻ. ഈ പെണ്ണിനെ നല്ലതുപോലെ നോക്കിക്കൊള്ളാം. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാനിതാ പ്രതിജ്ഞ എടുക്കുകയാണ്. എന്റെ ഭാര്യയായി എന്റെ ജീവിതത്തിലേക്ക് എന്നെ വിശ്വസിച്ച് കടന്നു വരുന്ന പെണ്ണ്, അവളെ ഞാൻ പൊന്നുപോലെ സംരക്ഷിച്ചു കൊള്ളാം അല്ലാ. അതാ വാക്ക്. അപ്പൊ അവൾ എന്തെങ്കിലും കുറവ് വന്നാൽ ഇത് അള്ളാഹയോട് കാണിക്കുന്ന വഞ്ചനയാണ്. മനസ്സിലായോ? ഏറ്റവും വലിയ വാക്കതല്ല ഇംസാകുൻ ബിമഅറൂഫ്. നല്ല നിലയിൽ അവളെ ഞാൻ നോക്കിക്കൊള്ളാം. ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ ഹൈദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയുണ്ടായി, നബിയേ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. എങ്ങനെയാണ് ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ പോറ്റേണ്ടത്? എങ്ങനെയാണ് ഞങ്ങളുടെ ഭാര്യമാരോട് വർത്തിക്കേണ്ടത്? എങ്ങനെയാണ് ഞങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ട ഹക്കുകൾ നിറവേറ്റേണ്ടത്? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അൻതുതിഅമഹാ ഇദാ തഅംദാ وتكسوها إذا اكتسيتا ولا تضرب الوجه ولا تقبح. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏ സഹോദര, നീ കഴിക്കുന്നത് പോലെ നല്ല ഭക്ഷണം അവൾക്കും കൊടുക്കണേ. നീ ധരിക്കുന്നത് പോലെ നല്ല വസ്ത്രം അവൾക്കും വാങ്ങിക്കൊടുക്കണേ. അവളുടെ മുഖത്തടിക്കരുതേ. അവൾക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് സംസാരിക്കരുതേ. കണ്ടോ? ചിലപ്പോ ആദ്യത്തെ 2 നമ്മൾ ഓക്കെ ആയിരിക്കും. ഏത്? നല്ല ഭക്ഷണം കൊടുക്കും, നല്ല വസ്ത്രം, അവൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രം നമ്മൾ വായിച്ചു കൊടുക്കും. നല്ല ഭക്ഷണം കൊടുക്കും, നല്ല വസ്ത്രം വായിച്ചു. പക്ഷെ 2-3 അവളുടെ മുഖത്ത് നീ അടിക്കരുത്. അത് ചിലപ്പോ കുരു പൊട്ടുമ്പോ അടിച്ചു പോകും, പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ പൊട്ടിപ്പോലെ ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെ നോക്കിയാലും പിടിച്ചാൽ കിട്ടൂല.
എത്ര ഹദീസ് ആയത്തൊക്കെ പോയി ഞാനാണെങ്കിൽ തന്നെ പിടിച്ചാൽ ചിലപ്പോൾ കിട്ടൂല. സംഭവം തന്നെ പറഞ്ഞിട്ട് കാര്യം. നമ്മുടെ ശരീരം എങ്ങനെയാണ്, ഇതിനൊക്കെ പിടിച്ചാൽ കിട്ടുന്ന നബിതങ്ങൾക്കേ പറ്റുള്ളൂ. ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഈ ആണ് ഈ കെട്ടിയോന്മാരടുത്ത് ചുമ്മാ ആവശ്യമില്ല, ചുമ്മാ വെറുതെ മണങ്ങി ആവശ്യമില്ലാത്ത സംസാരം. ഇയാളുടെ കാര്യം മനസ്സിലാക്കിയിട്ട് ഈ കാലത്ത് നീ പോയിട്ട് ചുമ്മാ കൊണകൊണ വർത്താനം പറയല്ലേ, അത് ചിലപ്പോ പിടിക്കൂല, അത് ചിലപ്പോ അയാൾക്ക് പിടിക്കൂല. നീ അത് സൂക്ഷിച്ച് സംസാരിക്കണം. ഇത് കേൾക്കൂല ഈ പണ്ടാരങ്ങള്. ഇത് പിന്നെ ഈ ചൊറിഞ്ഞിങ്ങനെ വരും. അമ്മക്കങ്ങോട്ട് കുറെയൊക്കെ ക്ഷമിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് മാറും. അവിടുന്ന് സിറ്റ് ഔട്ട് ചെയ്ത് നമ്മൾ പിന്നെ വെളിയിൽ പോയിരിക്കും. പിന്നെ അകത്ത് നിന്നോണ്ട് അറിയുമ്പോ കസേര എടുത്തോണ്ടാ പിന്നെ അകത്തോട്ട് കയറി വരുന്നത്. ലാസ്റ്റ് ഗതിയില്ലാതെ ഇത്രയൊക്കെ ഞാൻ ക്ഷമിച്ചില്ല. അകത്ത് ഞാൻ വെളിയിറങ്ങി അവള് മിറ്റത്തിരിക്കാൻ സമ്മതിക്കുന്നില്ല. അവള് സൗണ്ട് ബോക്സ് ഞാൻ കസേര അല്ലാതെ എന്തോ അതീത് എന്തോ ഖുർആൻ പോ കുറെ ഹദീസും ഖുർആനും. പിന്നെ ചീത്ത വിളിക്കാൻ മൊത്തം ഖുർആനെ അതീതിയാ. ഇത് പ്രസംഗിച്ച ഉസ്താദക്കാളെ പരിസരത്ത് പോയാൽ കസേരയുടെ ഒരു കാലം നമ്മുടെ തലയിൽ അവിടെ മസല അറിയാൻ പോകരുത്. നമുക്ക് പോയിട്ട് പിന്നെ വരാം. പള്ളിയുടെ കഞ്ഞിയുടെ ബിരുവിന് വേണ്ടി വന്നതാണ്. പോയിട്ട് ഇപ്പൊ നിന്നാലേ നമ്മളെ ചിലപ്പം കഞ്ഞിയാവും. ഞങ്ങളെ ഇതാ നബിതങ്ങളും പറഞ്ഞത്, ലാ യഫറഖു അഹദുകും ഇംറാതഹു. നിങ്ങൾ പെണ്ണുങ്ങളോട് ചൊറിഞ്ഞ വർത്താനം പറയരുതേ. അതേപോലെ പെണ്ണുങ്ങളെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചൊറിയുന്ന വർത്താനം നിങ്ങൾ പറയരുതേ. സംഭവം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയുണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല. നമ്മളിത് മനസ്സിലാക്കാത്ത ഈ പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഒരു ഭർത്താവിന് നിന്റെ ഈ സംസാരം ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടാൽ നീ അത് നിർത്തിയേക്കണം പെണ്ണേ. ഒരിക്കലും പിന്നെ വീണ്ടും നീ ആവർത്തിക്കാൻ നിൽക്കരുതേ. ആ ഭർത്താവ് നിനക്ക് ഇന്നെ അതിൽ പറഞ്ഞ് മനസ്സിലാക്കണോ? ആ നല്ല സമയത്ത് അദ്ദേഹം നല്ലതുപോലെ നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നീ അത് പറഞ്ഞു, പ്ലീസ് ഞാൻ ഒരു കാര്യം, പ്ലീസ് എന്റെ പൊന്നല്ലേ, എന്റെ തങ്കമല്ലേ, പ്ലീസ് ഒന്ന് കേൾക്കണം, ഒന്ന് കേൾക്കണം, പറ എന്താടി പറയടി, സമാധാനായിട്ട്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ പോകുമ്പോൾ നോക്ക് നബി തങ്ങളുടെ മുഖം അങ്ങനെ ഉണ്ട്, നല്ല ഹാലിലാണോ, നല്ല ഞാനങ്ങോട്ട് പറഞ്ഞാൽ അവിടെ എഫക്റ്റീവ് ആവോ, എങ്ങനെയുള്ള സാഹചര്യത്തിൽ നബി തങ്ങളോട് ആയിഷ ബീവി പറയുള്ളൂ. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ദുആ അർപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂല് നല്ല സന്തോഷവാനായിരിക്കുന്ന സമയത്ത് ആയിഷ ബീവി മെല്ലെ കടന്നു പോയിട്ട് പറഞ്ഞു, ഉദ്ഉല്ലാഹ ലീ, നബിയേ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ആയിഷ പറഞ്ഞ വാക്കെന്നറിയോ? ലമ്മാ റഅയ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തീബ നഫ്സിൻ, നബി തങ്ങളുടെ നല്ല മുഖവും നല്ല സ്വഭാവവും ആ നല്ല അന്തരീക്ഷവും കണ്ട സമയത്ത് എനിക്കെന്തോ ഒരു സന്തോഷ വാർത്ത നബി തങ്ങളോട് പറയണമെന്ന് തോന്നി. അത് അങ്ങനെ വേണം നമ്മുടെ പെണ്ണുങ്ങൾ ചിന്തിക്കാൻ. നമ്മുടെ ഇക്കാൻ പറഞ്ഞ പുറത്തുനിന്ന് ഭയങ്കര ടെൻഷൻ, ചിട്ടിക്കാരന്റെ ടെൻഷൻ, പലിശക്കാരന്റെ ടെൻഷൻ, ബാങ്കിലെ ലോണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പിള്ളേരുടെ കാര്യങ്ങൾ നടത്താനും പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ നടത്താനും, അയൽവക്കത്ത് ഹൗസ് വാമിങ്, കല്യാണം, ഹൗസ് വാമിങ്, പെരസ്തോലിയും കല്യാണം, കറങ്ങി പഠിച്ചവനെ സൂര്യൻ കറങ്ങി തീർന്നാലും ഈ പണി കറങ്ങി തീരൂല. ഇതിന് ഇങ്ങനെ പൈസ ഒക്കെ സംഘടിപ്പിച്ചോണ്ട് വരണം. വല്ലാത്ത ടെൻഷനിൽ കയറി വരുമ്പോഴായിരിക്കും 2 കിലോ സ്വർണം മാറ്റിയെടുത്തായിരുന്നു ഒടിഞ്ഞത്, ഞാൻ തന്നെ ഒടിഞ്ഞ പോലീസ് മാറ്റിയെടുത്തായിരുന്നോ? എന്തായിരിക്കും അയാളുടെ അവസ്ഥ? എന്തായാലും ആ കയറി വന്നില്ല. സിറ്റ് ഔട്ടിൽ ഷൂഒക്കെ ഊർന്നതേ ഉള്ളൂ, കയ്യിലൊക്കെ 2-3 ബാഗൊക്കെ പോയിട്ട് സംഭവം. എന്തായിരിക്കും രംഗം ആലോചിച്ചു. ഖദീജ ബീവിയുടെ ഒരു പാഠമാണ് പെങ്ങളെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരു പേടിച്ച ഒരു ഭയവിഹ്വലത, ഒരു ടെൻഷൻ, ആ ടെൻഷനോടുകൂടി മഹ്മഹദിയായ ഖദീജ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാ. ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങളുടെ ടെൻഷൻ കണ്ടപ്പോ ഒന്നും ചോദിച്ചില്ല, നേരെ പിടിച്ച് നബി തങ്ങളെ അവിടെ കിടത്തി, ഫാനോട്ട് കൊടുത്തു, പൊതിച്ചു മൂടി കിട. ഒന്നും ചോദിച്ചില്ല. എന്ത് സംഭവിച്ചു, എന്താ പ്രശ്നം, എന്താ വേർതിരിക്കുന്നത്, എന്താ പറ്റിയത് അബീബ്? കാരണം അതാണ് പെണ്ണ്. ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കണം. തമിഴിൽ പറയും, അകത്തിൽ അളവ് മുഖത്തിൽ തെരിയും.
ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത് മുഖത്ത് കണ്ടാൽ മനസ്സിലാവും. എന്റെ ഇക്കാക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ, എന്താ പ്രശ്നം, എന്താ വരുന്നത്, എന്താ ഇന്ന് കട തുറന്നില്ല, ഇതാണ്ട് വരുന്നല്ലോ, എന്താ സംഭവം, എന്തോ ഉണ്ട് ഇക്കാക്ക്, പാവം അല്ലാ എന്റെ മുത്തിന് എന്ത് സംഭവിച്ചു പടച്ചോനെ, എന്റെ കരള എന്താ സംഭവിച്ചത് അല്ലാഹുവേ. പെട്ടെന്ന് വിളിച്ച് ഒന്നും ചോദിക്കണ്ട, പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചിരുത്തി കിടക്കുക, മോരും വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ റെഡിയാക്കി വെക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഫാൻ 5 ഇട്ട് കൊടുക്കുക, റാഹത്തായിട്ട് അവിടോട്ട് ഇരുത്തുക, സമാധാനമായിട്ട് ഒന്നും പറയണ്ട, ഇക്ക അവിടെ 5 മിനിറ്റ് മിണ്ടാതെ അവിടെ റാഹത്തായിട്ട് ഇരുന്ന് മോരും വെള്ളം എല്ലാം കൊണ്ട് കൊടുക്കണം, സമാധാനമായിട്ട് കുടിച്ചിട്ട് മൊബൈൽ എടുക്കുമ്പോ എന്താ സംഭവിച്ചത് ചോദിക്കാം. അപ്പൊ ഇച്ചിരി ആള് ഡൗൺ ആയി ഫ്രീ ആയ നടത്താം. മൊബൈൽ എടുക്കുമ്പോൾ മനസ്സിലാക്കാമല്ലോ. അതുവരെയ്ക്കും മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആണ്. ആയിഷ ഖദീജ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ടെൻഷൻ കണ്ടപ്പോൾ അങ്ങനെ കിടത്തിയിട്ട് സമാധാനമായിട്ട് നബി തങ്ങൾ എഴുന്നേറ്റ് ഇരുന്നപ്പോൾ ചോദിച്ചു, എന്താ തങ്ങളെ സംഭവിച്ചത്? അല്ല ഖദീജ, ജിബ്രീൽ വന്നു, ഞാൻ അങ്ങനെ ടെൻഷനായി പോയി, അങ്ങനെ പ്രശ്നം. അതിന്റെ പ്രശ്നം എന്താ? വരട്ടെ, ഇനി വന്ന ഞാൻ ഉണ്ടല്ലോ. ഇതാണ് സംഭവം, ഇതാണ് റൊമാൻറ്റിക് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഞാനില്ലേ. ഒരു ഭാര്യക്ക് ഒരു ഭർത്താവില്ല, ഒരു ഭർത്താവിന് ഒരു ഭാര്യയില്ലേ. ചുമ്മാ പറഞ്ഞാ മതിയാ, നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ, നമ്മളൊന്നും ഒന്നുമല്ലടി, നമ്മളൊന്നും നമ്മളൊന്നും നീ എന്റേതാണ് ഞാൻ നിന്റേതാണെന്ന് പകുതി അഡ്ജസ്റ്റ്മെന്റ്. അൽഹംദുലില്ലാ, പകുതി നീ എടുത്തോ പകുതി ഞാൻ എടുത്തോ, അങ്ങനെ റാഹത്തായിട്ട് നീ പാതി ഞാൻ പാതി എന്നാകുമ്പോ എന്ത് സന്തോഷമായിരിക്കും. ഇല്ല, നീ എന്തിനാ വിഷമം? ഒരു ഭാര്യയ്ക്ക് ഒരു വിഷമം വരുമ്പോ ഭർത്താവ് വന്നിട്ട് തലോടിട്ട് പറയണം, ആ പെണ്ണിന്റെ നിറകം തലയിലൊക്കെ ഒന്ന് തടവണം, ആ മുടി ഇങ്ങനെ ബാക്കിലോട്ടൊന്ന് തടവി കൊടുക്കണം. ഭർത്താവ് ഭയങ്കര സന്തോഷമായിരിക്കും. പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം തല തടവി കൊടുക്കാൻ. ജീവിതത്തിൽ പനി വന്നിട്ട് ആള് തലയെ കൈ വെച്ചിട്ട് ഒരു ഇതുവാ ഇരുന്നിട്ടില്ല, പിന്നെ ഇനി തലയടങ്ങാൻ പോകുന്ന അയാൾ മനസ്സിലായി ചെയ്തു കൊടുക്കണം. അപ്പൊ അവർക്കൊരു സന്തോഷമാവും. അൽഹംദുലില്ലാ. നീ എന്തിനാ വിഷമിക്കുന്നവണ്ടെ? ഞാൻ ഇല്ല, എനിക്കെന്ത് പ്രശ്നം? നീ ഇയാൾക്ക് എന്തിനാ വിഷയം വന്നപ്പോ അവള് വന്നിരുന്നിട്ട് പറയണം നിക്കെന്തിനാക്കാ വിഷമിക്കുന്നത്? അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമല്ലേ. നിങ്ങൾ എന്തിനു വിഷമിക്കുന്നത്? അങ്ങനൊന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. അപ്പൊ ഇവള് ഈ ഇക്ക നോക്കുന്ന അവളുടെ താലിമാലയിലോട്ടാണ്. പരിഹാരം നാളെ ഇതിനകത്ത് കാണാൻ പറ്റും. മാഷാ അല്ലാഹ്. ഇവളുടെ അനുവാദം കിട്ടാനാണ് ഞാൻ ഇത്ര നാൾ നോക്കിയിരുന്നു. പഠിച്ചവനെ റബ്ബേ, ഇവളത് കിട്ടി പറഞ്ഞത് അല്ലേ, ഇത് പണയം വെക്കാൻ ഇതാണ് ഇവിടെ നോട്ടം. അങ്ങനല്ലേ സംഭവം നോക്കുന്നത്. എങ്ങനെയെങ്കിലും അവളുടെ ഉള്ളതെല്ലാം കൂടെ നുള്ളിപ്പറക്കി വിൽക്കാൻ ഭയങ്കര ഉഷാറ്, അല്ലെങ്കിൽ പണയം വെക്കാൻ ഉഷാറ്. തിരിച്ചെടുക്കൽ പരിപാടി ഇല്ല, ഒരു പോക്ക് അങ്ങോട്ട് പോക്കേ ഉള്ളൂ, തിരിച്ചില്ല സംഭവം. അങ്ങനെയല്ല. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, രണ്ടുപേരും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കൈകൾ കൂട്ടിയിണക്കിയാൽ, രണ്ട് കൈകളും ചേർത്ത് പിടിച്ചാൽ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രത്തോളം വലിയ കാര്യമാണത്, എത്ര വലിയ മഹത്വമാണ്. നമ്മൾ എത്ര തൗബ ചെയ്യണം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ. പക്ഷേ ഒരു ഭാര്യയും ഭർത്താവിന്റെയും കൈകൾ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചാൽ അവരുടെ വിരലുകൾ ിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ഹബീബായ താങ്കൾ പറയുമ്പോ, എന്റെ പൊന്നു സഹോദര സഹോദരി, നമ്മളത് പിടിക്കാറില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെ പിടിച്ച് അങ്ങനെ പാവം പൊറുക്കുന്ന ഞങ്ങൾ പറയുമ്പോ, അങ്ങനെ ഒരു ഓഫർ കൊടുക്കണമെങ്കിൽ നമ്മൾ പിടിക്കുന്നില്ല എന്നല്ലേ എന്റെ അർത്ഥം. നമ്മൾ എത്ര പ്രായം വല്ലതും പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഭാര്യയുടെ കയ്യിൽ? ഇല്ല, പിടിച്ചിട്ടില്ല. പിന്നെ പിടിക്കാൻ അടിക്കാൻ വേണ്ടി പിടിക്കും. ആ പിടുത്തം അതൊരു മൽപിടുത്തം. ആപിടുത്തല്ല, നമ്മൾ സ്നേഹത്തോടു കൂടി. പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. സ്ത്രീകൾക്ക് അവരുടെ കയ്യിൽ നമ്മുടെ കൈ കൂടെ ചേർത്ത് വെച്ച് പിടിക്കുക. ചില പെണ്ണുങ്ങൾ നമ്മുടെ ഈ കൈയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, ഇക്കാളെ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുക. ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭാര്യ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോ അയൽവക്കത്തുള്ള പെണ്ണുങ്ങൾ തന്നെ അസൂയാവും. കിളവനും കിളവി ആയിട്ട് ഹണിമൂൺ തീർന്നില്ല അവർക്ക് ഇതുവരെ. ഇപ്പോഴും പിടിച്ചോണ്ട് അങ്ങ് നടക്കുന്ന അസൂയ, ഭയങ്കര കുശുമ്പ്, മരുന്നില്ല ഈ കാലത്ത്. അവര് സന്തോഷത്തോടല്ലേ അവർ നടക്കുന്നത്. നിനക്കെന്താ അത്ര അസൂയ? അവര് സന്തോഷത്തോടല്ലേ നടക്കുന്നത്. അങ്ങനെ ചേർത്ത് കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടുകൂടി നടക്കുന്നവരുടെ പാവങ്ങൾ പൊറുക്കുന്നു നബി തങ്ങൾ പറയണമെങ്കിൽ അവരുടെ സന്തോഷത്തിന്റെ പേരിലെ പാവങ്ങൾ പൊറുക്കുന്നത് മനസ്സിലാക്കണം. ടെൻഷൻ മാറി കിട്ടൂലേ? എത്ര വലിയ ഭാഗ്യമാണത്. കൈകൾ തമ്മിൽ കൂട്ടിയിണക്കണം, ചേർത്ത് പിടിക്കണം. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, എപ്പോഴും നമ്മുടെ ശരീരവും അവരുടെ ശരീരവുമായിട്ട് ഒരു ടച്ചിങ് വേണം. മനസ്സിലായില്ലേ? അതില്ല, ടച്ചിങ് ഇല്ല. ഇപ്പൊ ആ ടച്ച് വിട്ടിട്ട് മൊബൈൽ ടച്ചിലാണ് നമ്മൾ.
മൊത്തം മൊബൈൽ ടച്ചായി പോയതുകൊണ്ട് ഭാര്യയായിട്ടുള്ള ടച്ചിങ് ഇല്ല. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായി പോയത്. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല നബിതങ്ങളെ അങ്ങനെ സമാധാനപ്പെടുത്തിയിട്ട് ചോദിച്ചു കാര്യം. അതേപോലെ ഒരു ഭർത്താവ് വരുമ്പോൾ നമ്മൾ അങ്ങനെ സമാധാനം ആദ്യം അദ്ദേഹത്തിന് കൊടുക്കണോ എന്നിട്ട് ചോദിക്കണം. അതേപോലെ ഭർത്താവ് നല്ല അവസ്ഥയിലായിരിക്കുമ്പോഴേ നമ്മുടെ കാര്യങ്ങൾ ഭർത്താവിനോട് പറയാവൂ. അദ്ദേഹത്തിന്റെ നല്ല ഹാപ്പി, അദ്ദേഹം എപ്പോഴാണ് നല്ല ഹാപ്പിനെസ് നല്ല അവസ്ഥയിലിരിക്കുമ്പോ റാഹത്തായിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് നമ്മുടെ കാര്യങ്ങൾ പതുക്കെ പറയണം. എങ്ങനെയൊക്കെ നമ്മൾ അവിടെ പോകണ്ടായൊക്കെ നമ്മൾ അവിടെ നിന്ന് പോകാന്ന് പറഞ്ഞല്ലേക്ക് എന്തെങ്കിലും കൊടുക്കണ്ടായി എങ്ങനെ കൊടുക്കാൻ പറ്റിയ പൈസ ഇല്ല, തരാന്ന് പറഞ്ഞത് തന്നതുമില്ല, കിട്ടിയതുമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരു നല്ല വാക്കെങ്കിലും പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല അവസ്ഥയിലായിരുന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ഉടനെ തന്നെ ദുആ ചെയ്തു. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമത മിൻ ദൻബിഹാ വമാ തഅഖറ വമാ അലനത വമാ സറത. അല്ലാഹുവേ എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ, അവളുടെ മുൻപിൻ പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ, അവൾ രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഹദിയായ ആയിഷയുടെ മുന്നിൽ വെച്ച് നബി തങ്ങൾ ദുആ ചെയ്തപ്പോ ആയിഷ ബീവി ചിരിയോട് ചിരി പൊട്ടി ചിരിക്കുകയായി. ഹബീബായ തങ്ങളുടെ മടിയിലേക്ക് ആയിഷ ബീവിയുടെ തല ചിരിച്ച് വീഴുകയായി. ചിരിച്ച് ആയിഷ ബീവി അങ്ങോട്ട് വീണു. നബി തങ്ങൾ വലിയ ദുആ എടുക്കുമ്പോൾ കരയുന്ന നമ്മൾ കിട്ടുള്ളൂ, ദുആ എടുക്കുമ്പോൾ ചിരിക്കുന്ന നമ്മൾ ആദ്യം. ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, അല്ല ആയിഷ, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? എന്റെ ദുആയിൽ നിനക്ക് ഇത്ര വലിയ സന്തോഷമോ? ആരാ ദുആ ചെയ്യുന്നത് നബിയെ? ലോകത്തിന്റെ പ്രകാശമല്ലേ, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ദുആയിൽ സന്തോഷിക്കാതിരിക്കുക? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഒരു കാര്യം ഓർക്കണമെങ്കിൽ, ആയിഷേ, എന്റെ ദുആയിൽ നീ ഇത്രത്തോളം സന്തോഷിക്കുന്നുവെങ്കിൽ വൈനല ദഅവതി ലിഉമ്മതി, ഞാൻ ഓരോ സമയവും ഓരോ നമസ്കാര ശേഷവും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട് ആയിഷേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദുആ എടുക്കുന്നു. നമുക്ക് വല്ല സന്തോഷമുണ്ടോ ഹബീബേ? സന്തോഷമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ദുആ എടുക്കും നമുക്ക് വേണ്ടി. റബ്ബി സല്ലിം ഉമ്മത്തി സല്ലിം ഉമ്മത്തി സല്ലിം, എന്റെ ഉമ്മത്തിനെ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അക്രമികളായ ഭരണാധികാരികൾക്കെതിരെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത് ഓർക്കണേ, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈആ ഫശഖ അലൈഹിം ഫശ്ഖുഖ അലൈഹി. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളുടെ കാര്യം, എന്റെ ഉമ്മത്തികളുടെ ഭരണം, എന്റെ ഉമ്മത്തുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അധികാരത്തിന്റെ കസേരയിൽ ആരാണോ കയറി തൂങ്ങിയത്, എന്റെ ഉമ്മത്തികളെ അധികാരത്തിന്റെ കസേര ഉപയോഗിച്ച് വേദനിപ്പിച്ചാൽ അല്ലാഹുമ്മ ശ്ഖുഖ അലൈഹിം, പടച്ചവരെ നീ അവരെയും കഷ്ടപ്പെടുത്തണേ, വേദനിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട് മോനെ. അല്ലാഹുവിന്റെ റസൂൽ ദുആ തട്ടത്തില്ല, തട്ടിക്കളയില്ല. വീണ്ടും നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈആ ഫറഫഖ ബിഹിം ഫർഫഖ ബിഹിം. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളുടെ കാര്യം ഏതൊരു ഭരണകൂടമാണോ ഏറ്റെടുത്തത്, എന്നിട്ട് ആ ഭരണകൂടം ആ ഭരണീയരായ എന്റെ ഉമ്മത്തികളോട് കരുണയും സഹാനുഭൂതിയും ഉദാരതയും കാണിച്ചിട്ടുണ്ടോ, ആ ഭരണകൂടത്തെയും നീ ഉദാരത കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്തു. വേദനിപ്പിച്ച അവരെ നീ വേദനിപ്പിക്കണം, ഇവരെ സഹായിച്ച അവരെ നീ സഹായിക്കണം. പേടിക്കണ്ട, വരും. നമ്മൾ ഇവിടുത്തെ പ്രശ്നം തീർക്കാം, മണിയറയിലെ പ്രശ്നങ്ങൾ തീർക്ക്, എന്നാൽ എല്ലാം റെഡിയായി കിട്ടും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നബിയുടെ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സന്തോഷിച്ചു. എന്റെ പൊന്നുമങ്ങളെ, എന്റെ വാദകക്കാൻ ഇന്നവിടെ ഒരുമിച്ച് കൂടി എന്റെ പൊന്നു സഹോദരിമാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇന്നേ വരെ നിങ്ങളുടെ ഭർത്താവിനോട് എനിക്ക് വേണ്ടി ഇക്കാ ഒന്ന് ദുആ ചെയ്യുമോ ഇക്കാ എന്ന് പറഞ്ഞ പെങ്ങന്മാരുണ്ടോ? ഒന്ന് ദ്വാരക്ക പ്ലീസ്, എനിക്കൊണ്ട് ഒന്ന് ദ്വാരക്ക. ചിലപ്പം ആശുപത്രി കൊണ്ടുപോകുമ്പോണെങ്കിൽ ദ്വാരക്കാൻ പറയും.
അല്ലാതെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും ഒരു പെങ്ങള് ദ്വാരക്കാൻ വേണ്ടി തന്റെ ഭർത്താവിനോട് ഒന്ന് ദ്വാരക്കണേ, ചിലപ്പോ ഇരിക്കുന്ന 100-ലെ ഒരു 7% പറഞ്ഞു കാണും. ചിലപ്പോ അത്ര ഉണ്ടാവുള്ളൂ. അല്ല ഭൂരിപക്ഷം പറയൂലല്ലോ. ഇല്ല, പറയൂല. എന്നാ നമ്മളോ അവളോട് പറഞ്ഞിട്ടുണ്ടോ എടി എനിക്ക് വേണ്ടി ദ്വാരക്കണേടി? ചിലപ്പോൾ ഗൾഫിൽ പോകുമ്പോ പറയും ദ്വാരക്കണേടി, വിസയും പാസ്പോർട്ടും ഒക്കെ ഇൻഷാല്ലാഹ് പോയിട്ട് വരും. റാഹത്തായിട്ട് പോയിട്ട് ഒരു കുഴപ്പമൊന്നും സംഭവിക്കൂല. റാഹത്തായിട്ട് പോയിട്ട് വരും. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പെങ്ങന്മാരെ ഒന്ന് ഓർമ്മിപ്പിച്ചത്. പെണ്ണുങ്ങളെ, നിങ്ങൾ ആദ്യമായി ദുആ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇക്കാമാർക്കാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കേൾക്കണേ സ്നേഹപൂർവ്വം. യുവതികളോട് ഒരു ഹദീസ് ഇതാ വരികയാണ്. ഇദാ ഹർബത്തുൽ മർഅതു മിൻ ബൈതി സൗജിഹാ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. ലം തുഖ്ബൽ സലാത്തുഹാ ഹത്താ തർജിഅ ഇലാ ബൈതി സൗജിഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ. മടങ്ങി വന്നാൽ മാത്രം പോരാ, ഹത്താ തലഅയദഹാ ഫീ യദിഹി, മടങ്ങി വന്നിട്ട് തന്റെ കൈയെടുത്ത് ഭർത്താവിന്റെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് പറയണം, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ എന്നോട് പ്രവർത്തിച്ചോ, അവിടുത്തെ അനുവാദമില്ലാതെ ഞാൻ ഇറങ്ങിപ്പോയതാണ് എന്ന് പറയാത്ത ഒരു പെണ്ണിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. പെങ്ങളെ, ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടല്ലാതെ വാളന് വരരുതേ, ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടല്ലാതെ ഷോപ്പിങ്ങിന് പോകരുതേ, ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചിട്ടല്ലാതെ PTA മീറ്റിംഗിന് പോകരുതേ. ഏത് കാര്യവും നിന്റെ ഭർത്താവിനോട് ചോദിക്കൽ സുന്നത്താണ്. ഇല്ല എങ്കിൽ നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ശേഷം നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ മഹദിയായ ആയിഷ ബീവിയോട് കുറെ ഉപദേശങ്ങൾ നൽകുകയാണ്. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുന്നു, അയ്യ ആയിഷ, അയ്യും അംറഅത്തിൻ സല്ലത്ത്, ഏതെങ്കിലും ഒരു പെണ്ണ് നമസ്കരിച്ചിട്ട് തന്റെ ശരീരത്തിന് വേണ്ടി തന്റെ തടിക്ക് വേണ്ടി അവൾ ആദ്യം ദുആ ചെയ്തു. പിന്നീടാണ് തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്തതെങ്കിൽ ലം തുഖബൽ സലാത്തുഹാ ഹത്താ തദഊ ലിസൗജിഹാ ثم تدعو لنفسها او كما قال رسول الله. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ കുറെ നിർദ്ദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആയിഷേ, ഏതെങ്കിലും ഒരു പെണ്ണ് നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ ഭർത്താവിന് വേണ്ടിയാണ് ആദ്യം അവൾ ദുആ ചെയ്യേണ്ടത്, രണ്ടാമതാണ് അവൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. അല്ലാതെ തന്റെ ഭർത്താവിനെ രണ്ടാം സ്ഥാനം നൽകിയിട്ട് രണ്ടാം കിട ഭർത്താവാക്കിയിട്ട് ആദ്യമായി അവൾ അവളുടെ ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ, ഏതൊരു നമസ്കാരത്തിന് ശേഷമാണോ അവൾ ദുആ ചെയ്തത്, ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ആയിഷ, ആ നമസ്കാരം കൊണ്ട് അവൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല. ആയിഷ, നബിയുനാ റസൂലുള്ളാഹി സ്ഥാനം കൂടുതൽ ഭർത്താവിന് വേണ്ടി ദുആ എടുക്കണമെന്ന് ആദ്യം ഭർത്താവിന്റെ ദ്വാരക്കണമെന്ന്. പക്ഷേ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ആദ്യം അവർക്ക് വേണ്ടിയാണ് ദ്വാരക്കുന്നത്, ഭർത്താവിന് രണ്ടാം സ്ഥാനത്താണ്. വേണമെങ്കിൽ കാമുകന് വേണ്ടി ദ്വാരക്കും ആദ്യം. അങ്ങനെ ഈ സ്ഥലത്തിന്റെ വടക്കൻ തലയിലെ പെണ്ണുങ്ങൾ ചിലപ്പോ അങ്ങനെ എനിക്കറിയില്ല. 27 തലാഖാണ്. 27 തലാഖ് സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു? ഇത്രയും വലിയ തലാഖ് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കുടുംബം, മഹത്വം, ഭർത്താവ്, ഭാര്യ ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ. എന്റെ ഭാര്യയെ ഞാൻ നല്ല നിലയിൽ നോക്കിക്കൊള്ളാമെന്ന് ഭർത്താവ് തീരുമാനിച്ച് അവളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവളുടെ ഇഷ്ടാനുഷ്ഠങ്ങളെല്ലാം നിങ്ങൾ നിറവേറ്റി കൊടുക്കണേ. അങ്ങനെ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവളുടെ ഭാഗത്തു നിന്ന് ഒരു ന്യൂനതകളും ഉണ്ടാവുകയില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കേവലം വസ്ത്രം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു
ഭാര്യയ്ക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പത്തിനൊത്ത് ഭർത്താവ് ഒന്ന് നിന്നു കൊടുക്കണം. അത് ഭർത്താവിന്റെ കടമയാണ്, അത് ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. അതിൽ ഭർത്താവ് വീഴ്ച വരുത്താൻ പാടില്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങും, ഞാൻ മറ്റുള്ളവന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങുകയില്ല. പക്ഷേ എന്നെ സമീപിക്കാൻ, എന്നെ പ്രാപിക്കാൻ എന്റെ ഭർത്താവ് വരുമ്പോ അഴുക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട്, അഴുക്ക് വേഷത്തോടെ, വൃത്തിയില്ലാതെ, വൃത്തിഹീനമായ അവസ്ഥയിൽ എന്റെ ഭർത്താവ് എന്നെ പ്രാപിക്കാൻ വന്നാൽ എനിക്കത് ഇഷ്ടമില്ല എന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന് അങ്ങനെയുള്ള അഭിപ്രായമുണ്ടെങ്കിൽ എന്റെ പൊന്നിക്കാമാരെ, കുളിച്ച് വൃത്തിയായി മിസ്കും പുരട്ടിയിട്ടല്ലാതെ അവളുടെ ബെഡ്റൂമിലേക്ക് നീ പ്രവേശിക്കരുതേ. നമ്മളെ മാത്രം ഇതുമ്പോ കൊട്ടപ്പാക്ക് കച്ചവടം നടത്തിയിട്ട്, കള കച്ചവടം നടത്തി, ഇറച്ചി കച്ചവടത്തിൽ മീൻ കച്ചവടം നടത്തിയിട്ട് ചുമ്മാ ആ തോട്ടിൽ കൈയും കാലും മാത്രം ഒന്ന് കഴുകിയിട്ട് ഒരു മാസം പോയിട്ട് ഇവിടെ വന്നിട്ട് രാത്രി അവളുടെ മുറി കയറാൻ പോയാൽ ചുമ്മാ കശത്തിന്ന് വാടിക്കുന്നു, അവിടെ വാടെടുക്കുന്നു, ഇവിടെ വാടെടുക്കുന്നു, ചുമ്മാ കുളിച്ചതുമില്ല, ഇവക്കുമുള്ള വന്ന റാഹത്തല്ല പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇയാള് കുളിച്ചിട്ട് നല്ല ഊതൊക്കെ മേടിച്ചു വെക്കണം. അത്ര നല്ല മസ്ക്, വൈറ്റ് മസ്ക് വാങ്ങിച്ചു വെക്കണം. അതൊക്കെ ഈ കശത്തിലും ഇവിടെ ഒക്കെ ഒന്ന് പെരട്ടണം. കുളിച്ചിട്ട് വേർക്കുമ്പോ നല്ല മണായിരിക്കും. അതല്ല അറബികള് കുളിച്ചില്ലല്ലോ, എന്താ ഈ സാധനം പറ്റിയാതി നല്ല മണല്ലേ സംഭവം. എന്താ മണ? സായിപ്പന്മാരൊക്കെ വന്ന് കിടക്കാൻ പാടില്ല. ഇങ്ങനെ സൈക്കിൾ ഓടിച്ചോണ്ട് പോയാൽ മതി. 12 മണിക്ക് ഉച്ചയ്ക്ക് ഭയങ്കര വേറെ നാട്ടടിക്കുമ്പോ സായിപ്പ് മാതാമ പോകുമ്പോ നല്ല മണമാണ്. എന്നാ കുളിച്ചോ? തൂറിയ കഴിവത്ത് പോലും ഇല്ല, എല്ലാം ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കല. അവർക്ക് അതാണ്. പിന്നെ നിങ്ങൾ തമാശ ചൈനപ്പോ നമ്മൾ അനുഭവിച്ചതാ. എന്റെ റബ്ബേ, അവിടെ വെള്ളമൊന്നുമില്ല സംഭവം. സൂക്ഷിച്ചു പോണം. പോയി ഓടിപ്പോയി കൂടെ കക്കൂസിങ് ഇരുന്നേക്കല്ലോ സംഭവം. കാരണം അവിടെ ഒന്നും അതില്ല. യൂറോപ്യൻ സിസ്റ്റങ്ങൾ അവിടെ എല്ലാം വെള്ളമൊന്നും ഇല്ലാത്ത സിസ്റ്റങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള അവർക്ക് മണം. അപ്പൊ നമ്മൾ അങ്ങനെ നല്ല വസ്ത്രം ധരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം. അതൊക്കെ ചില പെണ്ണുങ്ങൾക്ക് ഒരു ഇഷ്ടം വരും. അതേപോലെ തിരിച്ചു ഒരു ഭാര്യ ഭർത്താവിലേക്ക് പോകുമ്പോ കുളിച്ച് സുന്ദരിയായി വെടിപ്പോടെ വൃത്തിയായിട്ട് രാത്രി ഭർത്താവിനെ സമീപിക്കാൻ പോകുമ്പോൾ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല അത്ര പൂശിയിട്ട് ഭർത്താവിന്റെ മുന്നിലേക്ക് വരണേ. അതും ഭാര്യയുടെ കടമയാണ്. രാത്രി കുളിക്കാൻ പോയാൽ ജോലിയൊന്നുമില്ല. ഇവന്റെ മന്ദാരയുടെ കാരണം കളവന്റെ അടുത്ത് തന്നെ കുളിക്കാൻ പോയില്ല. പിന്നെ വലിയ കാര്യമായി. ഇങ്ങനെയൊക്കെ മതി, വേണമെങ്കിൽ പറ്റിയെങ്കിൽ പറ്റിയ പണിയോക്ക്. അതാണ് പ്രശ്നം. ഒരു ഭർത്താവിനെ അപേക്ഷിച്ചിടത്തോളം ഒരു ഭാര്യയ്ക്ക് ഒരു ഭാര്യയോട് സ്നേഹം ഉണ്ടാക്കുന്നുള്ളത് കൂടുതൽ അവളാണ്. ആ മിഷനൊക്കെ അവളാണ് തീരുമാനിക്കേണ്ടത്. ഇത് ചുമ്മാ 24 മണിക്കൂർ അടുക്കളയ്ക്ക് പോയി പണിയെടുത്ത് മറ്റേ ടിഷ്യൂ എന്ന് ബോംബും വെച്ച് ആ ശരീരം എല്ലാം ആ ഗ്യാസ് സ്റ്റൗവിൽ നിന്നുള്ള തീ അടിച്ചടിച്ചിട്ട് ഈ പൂടെ എല്ലാം കരിഞ്ഞ് ഈ ഇതെല്ലാം കരിഞ്ഞ് മൊത്തവും കരിഞ്ഞ് എല്ലാം ഫുൾ ടൈം അടുക്കളക്കകത്ത് കിടന്ന് ഈ പണിയെടുത്ത് നമുക്ക് നമ്മുടെ ഭാര്യ കാണുമ്പോൾ ഒരു റാഹത്ത് തോന്നണ്ടേ? കാണുമ്പോ തന്നെ നമുക്ക് ഒരു മനസ്സ് തോന്നണ്ടേ? ഒരു സന്തോഷം തോന്നണ്ടേ? ഇത് കണ്ണും കുഴിഞ്ഞ് കവിള് പൊട്ടി ഒരുമാതിരി തിന്നാനും കുടിക്കാനും ഇല്ലാത്ത എന്തുമാതിരി NRC-ക്കാരെ പിടിച്ചുകൊണ്ടിടുന്ന പോലെ കടവിൽ നിന്ന് വന്നതുപോലെ എന്തും നീ ഇങ്ങനെ നല്ലപോലെ തിന്നാത്ത. നമ്മുടെ ശരീരം കുറച്ച് നോക്കണം പെങ്ങളെ. ഒരു ഭർത്താവിന് നിന്നെ കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകണം, അതുണ്ടാകണം. അതിന് ശരീരം പെണ്ണുങ്ങൾ നോക്കണം. പെണ്ണുങ്ങൾ ശരീരം നോക്കാറില്ല. നമ്മ കുറെ ഇങ്ങനെ വെച്ചോളം ഇങ്ങനെ തിന്നും കൊടുത്തിരിക്കണം. നല്ല ഡ്രസ്സ്, നല്ല വസ്ത്രം, നല്ല അത്രയൊക്കെ പൂശിയിട്ട് ഭർത്താവിന്റെ മുന്നിൽ പോകണം. പുറത്തു പോകുമ്പോ അത്രയൊന്നും പൂശണ്ട, അത് നാറ്റം അടിക്കുന്ന വേഷത്തിൽ പോകണം. അപ്പൊ ആരെങ്കിലും അടുത്ത് വരും, യോ ചെമ്മരിയാട് എന്റെ പഠിച്ചോനെ വേണ്ട, യോ ഇവരുടെ സാധനം ജീവിതത്തിൽ കുളിക്കത്തില്ലടാ, അങ്ങനെ വേണം. അതാ പുറത്തു പോകുമ്പോ ഭർത്താവിന്റെ അടുത്ത് വരുമ്പോ പറ്റൂല. അത് കസ്തൂരിമാൻ വരുന്ന പോലെ വരണം. അത് ചെമ്മരിയാടിന്റെ കൂട്ടത്തിൽ വരാൻ പറ്റൂല. അങ്ങനെ വരണോ? അപ്പൊ പ്രശ്നം തീരും കുടുംബത്തിൽ അങ്ങോട്ട്. എന്നിട്ടോ ഭാര്യ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അവരുടെ രണ്ടുപേരുടെയും തൃപ്തി നിങ്ങൾ പരിഗണിക്കണേ. അങ്ങനെ പരിഗണിക്കാത്തവൻ വിശ്വാസി അല്ല എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് കുടുംബ പ്രശ്നം ഉണ്ടാകാനുള്ള 70% കാര്യങ്ങളും രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, ഒരു തൃപ്തിയില്ല. പക്ഷേ അതൊരു പെണ്ണിന് പറയാൻ ലജ്ജയാണ്. എങ്ങനെയാണ് അവതരിപ്പിക്കുക, എങ്ങനെയാണ് അത് പറയുക? അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം, എന്നെ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയായോ? അതേപോലെ ഭർത്താവും ചോദിക്കട്ടെ, സഹോദരന്റെ പൊന്നെ എന്നെ കൊണ്ടും നിനക്ക് തൃപ്തിയായോ എന്ന് ചോദിക്കണേ. അതാണ് ഇസ്ലാം. അതെവിടെ ചോദിക്കുന്നത്?
അതൊന്നും അങ്ങനെ ചോദിക്കില്ലല്ലോ. പോവുക, കാര്യം കഴിക്കുക, എഴുന്നിട്ട് പോവാന്നുള്ള അല്ലാതെ മിണ്ടൽ പോലുള്ള സംസാരം ഇല്ല, ഒന്നുമില്ല. നാളെ കാണാം, വീണ്ടും സന്ധിക്കും വരെ വണക്കം നേയറുകളെ. അസ്സലാമു അലൈക്കും. ഹദീസാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. നബിതങ്ങൾ പറഞ്ഞ കുടുംബ ബന്ധ റാഹത്താകാൻ പറഞ്ഞത്. ഒരു ഭാര്യ വെറുതെ വഴക്കുണ്ടാക്കൂല ഒരു ഭർത്താവിനോട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു ഭർത്താവ് വെറുതെ ഭാര്യയോട് വഴക്കുണ്ടാക്കൂല. തന്റെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളാകണം ഭാര്യ. ഭാര്യയുടെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാകണം ഭർത്താവ്. അതാണ് ഭർത്താവ്. നബീന റസൂലുള്ളാഹി തആലയാണ് ഭാര്യ ബഹുമാനപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അലിയാർ തങ്ങൾക്കാണ്. അലി റളിയല്ലാഹു തആല അൻഹുമായുള്ള വിവാഹ ബന്ധ ജീവിതത്തിൽ ഇടയിൽ ഒരുപാട് പൊട്ടലും ഉരസലുകളും ഒക്കെ അവർക്കിടയിലുമുണ്ടായി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബീവിയോട് ദേഷ്യപ്പെടുമായിരുന്നു. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല നബി തങ്ങളോട് പോയി പരാതി പറയുകയുണ്ടായി. ഉപ്പാ, എന്റെ ഭർത്താവ് എന്നോട് വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മരുമകനെ വിളിച്ചു ദേഷ്യപ്പെട്ടില്ല, മരുമകനെ വിളിച്ചു ചോദിച്ചില്ല. പിന്നെയോ പൊന്നുമോള് ഫാത്തിമ, അവിടെ ഇരിക്കും മകളെ, നിന്റെ ഉപ്പ നിന്നെ ഒന്ന് ഉപദേശിക്കട്ടെ. മോളെ ഫാത്തിമ, ഈ ഉപ്പ പറയുന്നത് നീ ഒന്ന് കേൾക്കണേ മകളെ. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണമെന്തെന്ന് പറയട്ടെ. ഒരു ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്തി കൊടുക്കുന്നതിൽ ഒരു ഭാര്യയ്ക്ക് വീഴ്ച സംഭവിക്കലാണ് മകളെ. അലി നിന്നോട് ദേഷ്യപ്പെടണമെങ്കിൽ നിന്നിൽ നിന്ന് അലിക്ക് തൃപ്തിയായിട്ടില്ല. പഠിപ്പിച്ചു കൊടുത്തു. നമ്മള് നേരെ എന്താ ചെയ്യാ? നമ്മള് നേരെ മരുമോനെ അടിക്കാൻ പോകും. മോൾക്ക് എന്താ കുഴപ്പമാണ്? മോള് വന്ന് പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. വീട്ടിൽ കിടന്ന് വളർന്ന് വാപ്പന്മാരുടെ കീഴിൽ കിടന്ന് വളർന്ന് എല്ലാ അരുത്തിയും വാത്സല്യവും ഒക്കെ കൂടിയപ്പോ ഈ പെണ്ണുങ്ങൾ പറയുന്ന ഈ വാപ്പ കേൾക്കുള്ളൂ. പെണ്ണ് പറയുന്ന വാപ്പ കേൾക്കുള്ളൂ. മരുമോന്റെ ഭാഗം എന്താണെന്ന് ശ്രദ്ധിക്കൂല. അല്ല, പെണ്ണിന്റെ ഭാഗം ശ്രദ്ധിക്കൂല. എന്താ പെണ്ണിന്റെ തെറ്റൊന്നുമല്ല. ഉടനെ ഇയാളെ വിളിച്ചിട്ട് മര്യാദ കേട്ട 101 പവനും വണ്ടി മര്യാദ ഇവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അടിച്ച് ശരിയാക്കളെ, ഇങ്ങനെയൊക്കെയാന്ന് പറയുന്നത്. ആദ്യം പെണ്ണ് വിളിക്കണം, മോളെ എന്താ പ്രശ്നം? നമ്മൾ ഉപദേശിച്ചു കൊടുക്കണോ? നമ്മൾ ഉപദേശിച്ചു കൊടുക്കണോ? ഒരു ഭർത്താവിന് ഇഷ്ടമുള്ള സമയത്തൊക്കെ വന്ന് അയാളുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണ്ടേ? അയാൾ വരുന്ന സമയത്ത് ഇവിടെ ചാറ്റിക്കൊണ്ടിരുന്ന പിന്നെ ഏത് ഭർത്താവിനെ ഇഷ്ടപ്പെടും? അയാൾ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും. ആ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് തനിക്ക് ഭക്ഷണം വിളമ്പി തരണം. ആ ഭക്ഷണം വിളമ്പി തരുമ്പോൾ അവള് ചാറ്റിങ് നാളെ അവിടെ ഇരിപ്പുണ്ട്, അവിടെ എടുത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്, താണ്ടോട്ട് ചോദിച്ചോണ്ട് ഞാൻ ഒരു അത്യാവശ്യമായിട്ട് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് ഞാൻ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് പെട്ടെന്ന് ആട്ടെടുത്ത് നിന്നോ ഇങ്ങനൊക്കെ പറഞ്ഞു. 1-2 പ്രാവശ്യം ക്ഷമിക്കുക. എപ്പോഴും ഇന്റർവ്യൂ എടുക്കാൻ അവള് പോയാൽ എന്തോ ഇയാൾക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ളതായത്. ഇയാള് പിന്നെ വേറെ ഇന്റർവ്യൂവിന് പോയാൽ പിന്നെ ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യും? സംഭവം ആകെ പ്രശ്നങ്ങളായി പോകൂലേ? ഇതിനല്ലേ കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാവുന്നത്. ഇതിനാണ് ബഹുമാനപ്പെട്ട സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു, സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു ഭാര്യ നബിതങ്ങളുടെ പരാതി പറഞ്ഞു. എന്താ പരാതി? 3 കുറ്റം. ഭർത്താവിന്റെ കുറ്റം. ഭർത്താവിന്റെ 3 കുറ്റം. 1, സുബഹി നിസ്കരിക്കൂല. 2, എന്നെ നിസ്കാരത്തിൽ നിന്ന് അടിക്കും. നിസ്കരിക്കുന്ന സമയത്ത് എന്നെ അടിക്കും. എന്നെ നോമ്പ് പിടിക്കാൻ സമ്മതിക്കുന്നില്ല നബിയേ. 3 കുറ്റാണ്. ഒരു ഭാര്യ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ പോയിട്ട് പറഞ്ഞു 3 പരാതി. 1, എന്റെ ഇക്ക സുബഹി നിസ്കരിക്കൂല. 2, സുന്നത്ത് നിസ്കരിക്കുമ്പോ എന്നെ അടിക്കുന്നു. 3, നോമ്പ് പിടിക്കാൻ സമ്മതിക്കുന്നില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല നബി തങ്ങൾ വിളിപ്പിച്ചു. സഫ്വാൻ എന്റെ ഭാര്യ 3 പരാതിയായിട്ട് വന്നിട്ടുണ്ട്. പ്രസിഡന്റ് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ നേരത്തെ ചോദിക്കാൻ എന്തൊക്കെയാ പരാതി വന്നത് എല്ലാം കാണുമല്ലോ. ലിസ്റ്റ് വായിക്കുമ്പോൾ ഓരോരോ തലാഖിന്റെ ലിസ്റ്റുകൾ വായിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ കുറ്റങ്ങൾ പറഞ്ഞു. ഭാര്യയുടെ കുറ്റം പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ കുറെ കുറ്റങ്ങൾ കാണുമല്ലോ. എന്നാൽ ഈ കുറ്റം കാണുമോ? എന്താണ്? 1, സുബഹി നിസ്കരിക്കൂല. സുന്നത്ത് നിസ്കരിക്കുമ്പോ എന്നെ അടിക്കുന്നു. 3, സുന്നത്ത് നോമ്പെടുക്കാൻ സമ്മതിക്കുന്നില്ല. സഫ്വാൻ പറഞ്ഞു ശരിയാണോ? നീ എന്തേ ഇവള് നിസ്കരിക്കുമ്പോ ഇവളെ അതിൽ നിന്ന് ബന്ധിപ്പിക്കുന്നത്? നബീന റസൂലുള്ളാഹി തആലയോട് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയേ, ഞാൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോ
എനിക്കൊന്ന് ഭക്ഷണം വിളമ്പി തരാൻ, വെള്ളം തരാൻ എന്റെ ഭാര്യയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഞാനങ്ങ് വളരെ ദൂരത്ത് നിന്ന് വന്ന് വീട്ടിൽ ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് ഇവള് നമസ്കാരത്തോടെ നമസ്കാരമാണ്, ദീർഘനേരം നിന്ന് നമസ്കരിക്കലാണ്. കുറെ ദിവസങ്ങളൊക്കെ ഞാൻ അവളെ ഉപദേശിച്ചു നോക്കി നബിയേ. ആ ഉപദേശത്തിൽ നിന്ന് അവൾ മനസ്സിലാക്കിയിട്ടതിൽ നിന്ന് പിന്മാറുന്നില്ല. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ വേണ്ടി എനിക്ക് ഭക്ഷണം വിളമ്പി തരാൻ എന്റെ ഭാര്യയില്ല, അവൾ നമസ്കാരത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, മോളെ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി. ഫർള് നിസ്കാരമല്ല കേട്ടോ, സുന്നത്ത് നിസ്കാരം. അല്ല ലോറ് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ് കട്ടിയമ്മ നടിച്ച സുജൂദി പോകുമ്പോ ഒരു ചവിട്ടം കൊടുത്തേച്ചാ പിന്നെ അല്ലാതെ നിസ്കരിക്കാതെ ഇയാൾക്ക് പറയാ ജാമ വിളമ്പി തരാം. ഫർള് നിസ്കാരത്തിനല്ല, സുന്നത്ത് നിസ്കാരം. കൈകൊണ്ട് 3 യാസീനൊക്കെയാ വിശക്കട്ടെ കളവൻ കുറെ വിശക്കട്ടെ, അങ്ങനെയൊക്കെ വിട്ടാലോ. വേറെ പണിയാന്നില്ല, നിസ്കാരത്തിലാകുമ്പോ എന്നൊന്നും ചെയ്യില്ല. ചാറ്റിംഗ് എന്ന് പറഞ്ഞില്ല എന്നെ കുറ്റം പറയുന്നത്. ഇപ്പൊ എന്നെ ഒന്ന് അടി, ഞാൻ നോക്കട്ടെ, നീ ഒന്ന് അടിക്കാൻ. ഭയങ്കര സന്ന പെണ്ണുങ്ങളെ കളിക്കാൻ പറ്റത്തില്ല. സാധനം കാന്താരിയാ, കാന്താരി. പിന്നെ അല്ലാതെ നമ്മള് ടച്ച് ചെയ്യുമ്പോ എപ്പോഴും അത് കുറ്റം പറയാം. നിസ്കരിക്കുമ്പോ ഇയാൾ കുറ്റം പറയൂല, എന്നാ ഇന്ന് ആ പണിയെടുക്കാതെ. അങ്ങനെ ദീർഘിച്ചുള്ള നിസ്കാരം, സുന്നത്ത് നിസ്കാരം, ദീർഘനേരം. പറഞ്ഞു, മോളെ ഒരു ഭർത്താവിന്റെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണം. നമ്മളൊക്കെ പെണ്ണുങ്ങൾ പറയില്ലേ. പിന്നെ മുസ്ലിയാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചോറ് വെച്ചു കൊടുക്കണ്ട, പിന്നെ വസ്ത്രം കഴുകി കൊടുക്കണ്ട, തുണി കഴുകി കൊടുക്കണ്ട, വീട് തൂക്കണ്ട, ഇതൊക്കെ പിന്നെ പറയുകയും ചെയ്തിട്ട് പിന്നെ ചാപ്പാട് വിളമ്പി കൊടുക്കണമെന്നും കൂടെ പറഞ്ഞു. ഇത് ഏത് മുസ്ലിയാരാപ്പാ? പണ്ടുപോലെ മുസ്ലിയാക്കന്മാരൊക്കെ പെണ്ണുങ്ങളെ കുറച്ച് പദവി ഇച്ചിരി തള്ളി വിടുന്ന അന്ന് പൊങ്ങിക്കോട്ടെ ഓർത്ത് എന്നും പറഞ്ഞ് ചാപ്പാട് നമുക്ക് വിളമ്പിത്തരാൻ നീ തയ്യാറില്ലെങ്കിൽ തൊട്ട അയൽവക്കത്ത് ആമിനടുത്ത് നമ്മള് പോകും. വഴി ആമിന ചോറ് വിളമ്പിത്താണ് നമ്മള് നോക്കിയിരിക്കുക സംഭവം. നീ എപ്പോ ഉപരോധം ഏർപ്പെടുത്തിയോ അപ്പോഴേ അടുത്ത ഫോൺ വിളിക്കുക, റെഡിയാണോ, ഞാൻ താ വരുന്നു. അവള് അതിൽ പൂച്ചണ്ട് പാടി നിൽക്കുക, ഇങ്ങോട്ടൊന്ന് വാ, ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സംഭവം ഒന്നും കിട്ടിയില്ലേ. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇത് ഇഷ്ടപ്പെടുമെന്നറിയില്ല ഈ പറയുന്നത്. അതുകൊണ്ട് പൈസ കൊടുക്കാൻ വെച്ചേക്കുന്ന പൈസ പിന്നെ അയാൾക്ക് ഞാൻ കൊടുക്കാൻ പോയില്ല പൈസ. ചിലപ്പോ അറിയത്തില്ല സംഭവം ഇല്ലേ. അങ്ങനെയൊന്നുമില്ല. വടക്കുന്നുള്ള പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളല്ലേ, നമുക്കറിയാം. ഇവിടെ ഉള്ളവർക്കല്ല, നമുക്ക് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നതിന്റെ വിഷമം കൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ തലാഖൊക്കെ ചെറിയ പ്രശ്നങ്ങൾക്ക് അബീബായി തലാഖ്. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും കുറ്റമുണ്ട്, രണ്ടും പരിഹരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങോട്ട് മാറിപ്പെടാൻ തിരിച്ചു വരും. നിക്കാഹ് നടത്തുമ്പോ നമ്മൾ ഇംസാക്കും മാറൂഫ്, നല്ല നിലയിൽ അവളെ സ്വീകരിക്കാം. രണ്ടാമത് ഇനി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ നല്ല നിലയിൽ ഞാൻ അവളെ ഒഴിവാക്കാം. അതിന് മാന്യത കാണിക്കണം ഈ ഒഴിവാക്കുന്നതിലും. എത്രത്തോളം എന്ന് വെച്ചാൽ തസ്രീഹ് ഫീസ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇവളെ ഒഴിവാക്കുമ്പോ ഭർത്താവിന്റെ വണ്ടിയിൽ ഇവളെ കയറ്റി ഭർത്താവ് കൊണ്ട് വീട്ടിൽ വിടണം. അതാണ് അങ്ങനെയാണോ ഇപ്പൊ നടക്കുന്നത്. പള്ളിയിൽ വന്നിട്ട് കമ്മിറ്റി ഓഫീസിൽ അടിയും പഴക്കം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കുള്ളൂ ആദ്യം. പിന്നെ അതിനകത്ത് അങ്ങനെ കയറ്റി ഇരുത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കുമോ? യഥാർത്ഥത്തിൽ അങ്ങനെയാണ് തലാഖ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചൊല്ലി അങ്ങനെ സമാധാനമായിട്ട് കൊണ്ടുവരാത്തോട്ട് വിടണം. അതാണ് അതിന്റെ രീതി. പക്ഷെ അങ്ങനെ എത്ര എടുത്തിട്ട് ചർച്ചകൾ അങ്ങോട്ട് വിട്ട് ചർച്ച, നമ്മുടെ പെണ്ണുമ്പിള്ളെ അങ്ങോട്ട് കൊണ്ടുപോട്ട് എന്നിട്ട് അവിടെ ഇവിടെ ഇരുത്തി പ്രസിഡന്റിനെ പുറത്തിരുത്തി സെക്രട്ടറിയെ പുറത്തി അന്യപുരുഷന്മാരെടുത്തി അവളെ ഇവിടെ ഇരുത്തി ചോദ്യം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യമാണ്. രഹസ്യങ്ങൾ മൊത്തം അങ്ങോട്ട് പരസ്യപ്പെടുത്തി അങ്ങോട്ട് പറയാണ്. അവൾ എന്തൊക്കെയാ പറയുന്നത്, അവൻ എന്തൊക്കെയാ പറയുന്നത്. 20 വർഷ ദാമ്പത്യ ജീവിതം സന്തോഷമായിട്ട് കഴിച്ചുകൂടിയ ഈ കുടുംബമേ ഒരു സുപ്രഭാതത്തിൽ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു നന്ദിയില്ലേ? 20 വർഷം നിങ്ങൾ ഒരുമിച്ച് ഇണകളായിട്ട് കഴിഞ്ഞവരല്ലേ? ഒരു ചെറിയ ഒരു പ്രശ്നം വന്നപ്പോ ഇങ്ങനെ ഇട്ട് പച്ചയ്ക്ക് പറയണോ, ഇങ്ങനെ അലക്കണോ? ഇത് വേണ്ടെങ്കിൽ വേണ്ട, സന്തോഷമായിട്ട് പിരിച്ചു വിട്ടേരെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഐബുകൾ വെളിപ്പെടുത്താൻ പോണെന്തിന്? ഈ ഐബുകൾ വെളിപ്പെടുത്തുന്ന ഒരിക്കലും അത് വെളിപ്പെടുത്താൻ പാടില്ല. അങ്ങനെയൊന്നും ഐബുകൾ വെളിപ്പെടുത്താൻ പാടില്ല. ആരുടെയെങ്കിലും ഐബുകളെ ന്യൂനതകൾ വെളിപ്പെടുത്തിയാൽ അള്ളാഹു അവന്റെ ഐബ് വെളിപ്പെടുത്താതെ അവന്റെ റൂഹിനെ പിടിക്കുകയില്ല. അതായത് ശ്രദ്ധിച്ചോ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ കടമ എന്താ? ഒരു ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കണം, പാചകം ചെയ്ത് കൊടുക്കണം.
ആയിഷ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അലി റളിയല്ലാഹു അൻഹുമായിട്ട് വഴക്കുണ്ടായ സമയത്ത് അവരെ രണ്ടുപേരെയും യോജിപ്പിലും രമ്യതയിലും എത്തിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, മോളെ ഫാത്തിമ, അലിയേ, അൽ ഹയാഉ തതകാഫഉ വ തതആവനു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ടുപേരുടെ സഹകരണമാണ് മോളെ. പരസ്പരം രണ്ടുപേരും ഇതിലെ പങ്കാളിത്തം വഹിക്കണം, മിംഗ്ലിംഗ് ആകണം. അതാണ് കുടുംബജീവിതം. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വജഅല അലാ ഫാത്തിമത ഖിദ്മത്തുൽ ബൈത്ത്. മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കണേ, അവൾക്ക് അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണേ, പൂർത്തിയാക്കി കൊടുക്കണേ. അപ്പൊ കണ്ടോ, അപ്പൊ ആരാ ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത്? ഭർത്താവിന്. ഭാര്യ അല്ലേ? പിന്നെ ഭാര്യ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കാൻ നിസ്കാരത്തിലും വിളിച്ചാൽ കിട്ടുമല്ലോ, ടിവിയിലും അവളിങ്ങനെ സീരിയലും കണ്ടുകൊണ്ടിരുന്ന പിന്നെ അങ്ങനെ റാഹത്താവുക. അദ്ദേഹത്തിന് ദേഷ്യം വരില്ലേ? ചിലപ്പോ വിഷമിട്ടായിരിക്കും വരിക. അദ്ദേഹം വന്ന ഉടനെ തന്നെ കൈയും കാലും കഴുകുമ്പോ മേശപ്പുറത്ത് ഭക്ഷണം റെഡിയായിരിക്കണം. ഭയങ്കര സന്തോഷമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയെ ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് രണ്ടാമത് നോമ്പ് പിടിക്കുന്ന സമയത്താണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലേ. അത് ശരി തന്നെയാണ്, ഞാനൊരു വിറക് കച്ചവടക്കാരനാണ് നബിയേ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കിലോമീറ്റർ മൈലുകൾക്കകലെ പോയിട്ടാണ് വിറക് ശേഖരിച്ചു കൊണ്ടുവരിക. ഒരു പക്ഷേ ഞാൻ എത്തുമ്പോ പാതിരാ സമയങ്ങൾ കഴിഞ്ഞിരിക്കും നബിയേ. ആ സമയത്ത് ശാരീരികമായി എന്റെ ഭാര്യയെ എനിക്ക് ബന്ധപ്പെടാനുള്ള സാഹചര്യമോ സന്ദർഭങ്ങളോ എനിക്ക് ലഭിക്കുകയില്ല. ഒരുപക്ഷെ എനിക്ക് പകലിന്റെ സമയത്താണ് അതിനുള്ള സൗകര്യം ലഭിക്കുക. അങ്ങനെ ഞാൻ എന്റെ പകൽ സമയത്ത് എന്റെ ശാരീരികമായി എന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ഒരുങ്ങുമ്പോ അവൾ പല സന്ദർഭങ്ങളിലും സുന്നത്ത് നോമ്പിലായിരിക്കും. ഞാൻ പലകുറി പറഞ്ഞു നോക്കി, അവളത് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് നബിയെ ഞാൻ അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, മോളെ, സഫ്വാൻ പറയുന്നതാണ് യാഥാർത്ഥ്യം. ശരിയല്ലേ? ഗൾഫിൽ നിന്ന് 2 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വരിക. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് തിങ്കളാഴ്ച രാവിലെ എയർപോർട്ടിൽ പറഞ്ഞ അവളും വന്ന് എല്ലാവരും വന്ന് തിങ്കളാഴ്ച രാവിലെ വന്ന് പിള്ളേരെ ചോക്ലേറ്റ് കൊടുത്ത് സ്കൂളിൽ വിട്ടിട്ട് ഇവളെ പ്രാപിക്കാൻ പോകുമ്പോൾ മഗ്രിബ് വരെ 3 വർഷം സബൂറാക്കിയത് പോലെ ഇനി മഗ്രിബ് വരെ സബൂറാക്കണോ? ഇത് കാണിക്കുന്ന ഏറ്റവും വലിയ ഉൽമാണ്, അക്രമമാണ്. സുന്നത്ത് ഫർളോമാണെങ്കിൽ ഫ്രീ ആക്കി തരാം. സുന്നത്ത് നോമ്പിന്റെ കാരണം ഈ പറഞ്ഞത്. അപ്പൊ ബഹുമാനോടെ സഫ്വാൻ പറഞ്ഞു, ഞാൻ ചെയ്തതന്നെ ശരി. മൂന്നാമത് സുബഹിസ്കരിക്കാതെ കിടന്നത് ചില സന്ദർഭങ്ങളിൽ ഞാൻ വിറക് പെട്ടിട്ട് വരുമ്പോ ഉറങ്ങിപ്പോകലാണ്. എല്ലാ ദിവസവും ഇല്ല. അതും കൂടെ ഓർക്കണം. നമ്മളെ കാക്കമാര് ഒരു അതീത് നോക്കിയിരിക്കുവായിരുന്നു. വളച്ചവനെ ഇഷ്ടാനുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. സുബഹിസ്കരിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. അതീത് ഇപ്പോഴാണ് കിട്ടിയത്. നല്ല ഉറങ്ങാനല്ലോ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വിറക് പെട്ടിട്ട് വരുമ്പോ ഒരു പക്ഷേ സുബഹിയോടടുത്ത സമയത്തായി പോകും. അങ്ങനെ ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നതാണ്. അതല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സുബഹിയും ഖളാക്കാറില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങനെ ഉറങ്ങിപ്പോയാൽ ഉണർന്ന ഉടനെ നീ സുബഹി നമസ്കരിക്കണേ. 3 കാര്യവും ആ ഭർത്താവിന് അനുകൂലമായിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ചു. രണ്ടുപേരെയും സന്തോഷിപ്പിച്ചു തന്നെ പറഞ്ഞു. അപ്പൊ ഒരു വീട്ടിലത്തെ ഖിദ്മത്ത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത പെണ്ണിന്റെ ബാധ്യത. വജഅല അലാ അലിയൻ അൽ ഖിദ്മത അൽ കസ്ബ വൽ അമല. പുറത്തുപോയി സമ്പാദിച്ചു കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബാധ്യത ഈ ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. നമ്മുടെ ബാധ്യതയാണ്. നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ടത്. നമ്മുടെ മേൽ കുറച്ച് ഹക്കുണ്ട്, അവരുടെ മേലും കുറച്ച് ഹക്കുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഹജ്ജത്തുൽ വദാഇൽ ഹബീബായ തങ്ങൾ ഉഗ്ര പ്രഭാഷണം നടത്തിയ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഏ പുരുഷന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് കടമകളുണ്ട്. ഏ സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കടമകളുണ്ട്. സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള കടമകൾ എന്താ?
നിങ്ങളുടെ കട്ടില്, നിങ്ങളുടെ ബെഡ്റൂം അവളത് സൂക്ഷിക്കട്ടെ, അവള് സൂക്ഷിക്കട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരാളെയും ബെഡ്റൂമിൽ പ്രവേശിപ്പിക്കരുത്. അദ്ദേഹത്തിന് വെറുപ്പുള്ള ഒരാളെയും പെങ്ങളെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തരുത്. ഇത് അല്ലാഹുവിന്റെ റസൂല് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നമ്മുടെ സഹോദരിമാർക്ക് നൽകിയ ഉപദേശമാണ്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു അന്യ പുരുഷനെ തന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കൽ ഒരു ഭാര്യയ്ക്കും അനുവദനീയമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വർഗ സ്ത്രീകൾ ആരെന്നറിയോ സഹാബ? സ്വർഗ സ്ത്രീകൾ ആരെന്നറിയോ സഹാബ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ജിജ്ഞാസയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആവേശത്തോടെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കേട്ടിരിക്കുകയാണ്. ഒന്ന് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇംറഅത്തുൻ അഫീഫത്തുൻ തായിഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ. സാംസ്കാരിക ബോധമുള്ള പെണ്ണെ, നീ സ്വർഗത്തിലാണ്. നിന്റെ ഭർത്താവിനെ അനുസരിക്കുന്നവളായി മാറണം, അതേപോലെ അള്ളാഹുവിനെ വഴിപ്പെടുന്നവളായി മാറണം. അങ്ങനെ മാറിയാൽ നിനക്ക് സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലമില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമത് പറയുകയാ, ഇംറഅത്തുൻ സാബിറത്തുൻ വലൂദുൻ. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. സാബിറത്തുൻ ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ. തന്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് കൊണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ക്ഷമിച്ചു ജീവിക്കുന്ന പെണ്ണ്. അതേപോലെ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് ബോധവൽക്കരണം നടത്തിയിട്ട് പറഞ്ഞു, പെണ്ണേ, ഒരു വിഭാഗം പെണ്ണ് നരകത്തിലാ. ഏത് പെണ്ണെന്നറിയോ? ഇംറഅത്തുൻ ലാ തുതി, ഇംറഅത്തുൻ തുതിഖു സൗജഹാ, ഇംറഅത്തുൻ തുതി സൗജഹാ മാ ലാ യുതീഖ്. ഒരു ഭർത്താവിനെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത പണി എടുപ്പിക്കുന്ന പെണ്ണേ, ഒരു ഭർത്താവിനെ കൊണ്ട് എനിക്ക് പറ്റില്ല എന്റെ പൊന്നെ, എന്റെ തങ്കക്കുടമേ, എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് പൈസ ഇല്ല, നിനക്ക് 1 കിലോ ആട്ടിറച്ചി വാങ്ങി തരണമെന്ന് കൊതിയുണ്ട്, പക്ഷേ എനിക്കിന്നതിന്റെ പൈസ കിട്ടിയിട്ടില്ല, 700 രൂപയാണ്. നിനക്ക് നെയ്മീൻ വേണമെന്ന് നീ വാശി പിടിക്കുന്നു, പക്ഷേ എന്റെ കൈവശം പൈസ ഇല്ല, കുറച്ചൊന്ന് ക്ഷമിക്കണം. നിനക്ക് 2000 രൂപയുടെ വസ്ത്രം വേണമെന്ന് നീ വാശി പിടിക്കുന്നു, പക്ഷേ ഞാൻ ഇന്ന് പട്ടിണിയിലാണ്, എനിക്ക് അതിനുള്ള ഗതിയില്ല, അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കണേ എന്ന് തന്റെ ഭാര്യയോട് പറയുമ്പോ, ഇല്ല 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 ഇല്ല, 50 പവൻ തന്നിട്ടല്ലേ എന്നെ നിങ്ങൾ കെട്ടിയെടുത്തോണ്ട് വന്നത്, എന്റെ വാപ്പ വെറുതെ അല്ലല്ലോ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, എനിക്ക് വേണ്ടത് മുഴുവൻ തന്നിട്ടല്ലേ വിട്ടത്, ഞാനിപ്പോ 2000 രൂപ നിങ്ങളടുത്ത് ചോദിച്ചപ്പോ അതിനെന്തേ നിങ്ങൾ മടി കാണിക്കുന്നത്? ശരി തന്നെയാ പെങ്ങളെ, ഒരുപാട് നിന്റെ ഉപ്പ കൊടുത്തിട്ടാണ് നിന്നെ പറഞ്ഞു വിട്ടത്, പക്ഷെ എപ്പോഴും തന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസ കാണണമെന്നില്ല. അദ്ദേഹത്തിന്റെ കൈവശം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിനെ നീ നിർബന്ധിക്കല്ലേ മോളെ. അങ്ങനെ നീ നിർബന്ധിച്ചു പോയാൽ ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, പെങ്ങളെ, അവള് നരകത്തിലാണ്, അവള് നരകത്തിലാണ്. ഒരു പക്ഷേ ആ ഭർത്താവ് മാറിയിരുന്ന് തേങ്ങലടിച്ച് കരയേണ്ടി വരും. അല്ലാ, ഞാൻ അവളിൽ നിന്നത് കേൾക്കേണ്ടി വന്നല്ലോ, എന്റെ സാഹചര്യമാണ്. 50 പവൻ അവളുടെ വാപ്പ തന്നതാണ്, അത് ഞാൻ വിറ്റ് നിന്നില്ല, അത് വിറ്റിട്ട് ഞങ്ങൾ വീട് വാങ്ങി പഠിച്ചവനെ, എന്റെ കൈവശം ഇന്ന് പൈസ ഇല്ല, ഞാനിന്ന് പണിക്ക് പോയില്ല, ഇന്ന് പണിയില്ല. അവൾ 2000 ചോദിച്ചു, എന്റെ കൈവശം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ അവൾ എന്നോട് ദേഷ്യപ്പെടുകയാണ്. അല്ലാ, എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവിന്റെ കണ്ണ് ഈറനണിഞ്ഞാൽ, പൊന്നു പെങ്ങളെ, നിന്റെ സങ്കേതം നരകത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരു ഭർത്താവിനെയും ഇല്ലാത്ത പറ്റാത്ത പണിയെടുക്കാൻ നിർബന്ധിക്കരുതേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വർഗ സ്ത്രീകളെ കുറിച്ച് വീണ്ടും പറയുകയാണ്, ഇംറഅത്തുൻ ദാതു ഹയാ. ലജ്ജയുള്ള പെണ്ണെ, അവൾ സ്വർഗത്തിലാണ്. തന്റെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോ, തന്റെ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോ, തന്റെ ഭർത്താവ് മറ്റേതെങ്കിലും ആവശ്യത്തിന് തന്റെ വീട് വിട്ട് പുറത്തിറങ്ങി പോകുമ്പോ, തന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട തന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാത്ത പെണ്ണെ, തന്റെ ഭർത്താവ് ചോര നീരാക്കി അധ്വാനിച്ചു
കൊണ്ടുണ്ടാക്കിയ ഈ സമ്പത്ത് കാമുകന് വേണ്ടി പിണ്ടം വെക്കാത്ത പെണ്ണേ, അവള് സ്വർഗത്തിലാണ്, അവള് സ്വർഗത്തിലാണ്, അവള് സ്വർഗത്തിലാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. തന്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവന്ന പണം കാമുകന് വേണ്ടി അവൾ പണയപ്പെടുത്തുകയാണ്, കാമുകന് വേണ്ടി കൊടുക്കുകയാണ്. തന്റെ ഭർത്താവിലൂടെ ഉണ്ടായ സന്താനത്തെ ഞെക്കിക്കൊള്ളുകയാണ്. കാമുകനുമായിട്ടുള്ള 2 ദിവസത്തെ ജീവിതത്തിന് വേണ്ടിയാ, അവന്റെ 2 തുള്ളി ഇന്ദ്രിയത്തിന് വേണ്ടിയാണ് നിന്റെ വയറ്റിനെ നീ കാത്തു സൂക്ഷിച്ച ചോരക്കുഞ്ഞിനെ നീ കൊന്നുകളയുന്നത്, ആ ചോരക്കുഞ്ഞിനെ നീ വിൽക്കുന്നത്. നിന്റെ ഭർത്താവ് നിന്നോട് 10 വർഷക്കാലത്തോളം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തില് നിനക്ക് എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു തന്നില്ലേ, എന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തന്നില്ലേ പെങ്ങളെ? ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു കാമുകൻ നിന്നെ പ്രണയിച്ചതിന്റെ പേരിൽ ആ 10 വർഷം നിനക്ക് സ്നേഹം തന്ന ആ ഭർത്താവിനെ നീ വഞ്ചിച്ചിട്ടല്ലേ ഏതെങ്കിലും ഒരു പഹയന്റെ പിന്നാലെ പോകുന്നത്? അവൻ നിന്നെ താലോലിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവൻ എന്തിനാണ് നിന്നോട് റൊമാന്റിക് വർത്തമാനങ്ങൾ പറയുന്നത്? നിന്റെ പാവാടക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മണിരത്നം ആസ്വദിക്കാൻ വേണ്ടിയാണ് പെങ്ങളെ. അത് ആസ്വദിച്ചു കഴിഞ്ഞാൽ ചവറ്റുകൊട്ടയിലേക്ക് നിന്നെ അവൻ വലിച്ചെറിയും, അവൻ വലിച്ചെറിയും. നിന്റെ രഹസ്യങ്ങൾ അവൻ ഒപ്പിയെടുക്കും, അത് യൂട്യൂബിലൂടെ അത് വ്യാപിപ്പിക്കും. അവസാനം നിന്റെ ഒളിപ്പിച്ചു വെച്ചിരുന്ന നിന്റെ ചൈതന്യമുണ്ടല്ലോ, നിന്റെ രഹസ്യമുണ്ടല്ലോ, ലോകം അത് കണ്ട് രസിക്കാൻ തുടങ്ങുമ്പോ പൊന്നു പെങ്ങളെ 19 വർഷം 20 വർഷം 25 വർഷം 30 വർഷം എന്റെ കാത്തു സൂക്ഷിച്ച ചാരിത്രം ഇതാ യൂട്യൂബിൽ കിടന്ന് കളിക്കുന്നത് നിന്റെ ആങ്ങളമാര് കാണുകയാണ്. നിന്റെ ഉപ്പാപ്പമാര്, നിന്റെ കൊച്ചാപ്പമാര്, നിന്റെ ആ മാമന്മാര് ഇത് കണ്ടിട്ട് സഹിക്കവയ്യാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവസാനമായി അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക്, നരകത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് എടുത്ത് ചാടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾ കേൾക്കണേ പെങ്ങളെ. വടക്കുംതല ജമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ അതൊരു നല്ല മയ്യത്തായിരിക്കണം, മറിച്ച് ആത്മഹത്യ ചെയ്ത മയ്യത്താണോ? ഞങ്ങളുടെ കടമയാണ് നിന്നെ നമസ്കരിപ്പിക്കുക എന്നത്. പക്ഷേ ആ നമസ്കാരം കൊണ്ട് മോളെ നിനക്ക് ഗുണമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ് സദഖ റസൂലുള്ളാഹ്, സദഖ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ സത്യമാണ് ലോകത്ത് വിളമ്പി തന്നത് പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ കളവ് പറഞ്ഞിട്ടില്ല. നഊദു ബില്ലാഹ്. ഒരാള് പോലും നരകത്തിൽ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഹബീബായ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഈ സന്ദർഭത്തിൽ എന്റെ പൊന്നു പെങ്ങന്മാരുടെ മനമുഖരത്തിലേക്ക് ഞാനിതാ ഇട്ടു തരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതൊന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ ഖതല നഫ്സഹു ബിശൈഇൻ ഫിദ്ദുനിയാ ഉദ്ദിബ ബിഹാ ഫിൽ ആഖിറ. ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ ഭൗതികമായ ലോകത്ത്, ക്ഷണികമായ ലോകത്ത് അവൾ ചാവാൻ ഏതെങ്കിലും മോശമായ വഴികളാണ് തെരഞ്ഞെടുത്തതെങ്കിൽ അതേ അവസ്ഥയിലാണ് നാളെ നരകത്തിൽ കിടക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്നുകൂടെ വിശദീകരിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ ഫഹദീദതുഹു ഫീ യദിഹി യതവജ്ജഉ ബിഹാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഭർത്താവുമായി പിണങ്ങിയിട്ടോ, കാമുകനുമായി പിണങ്ങിയിട്ടോ, പ്രണയ നൈരാശ്യത്തിന്റെ പേരിലോ, സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലോ, അപമാനം താങ്ങാൻ കഴിയാത്തതിന്റെ പേരിലോ ബ്ലേഡ് എടുത്ത് നീ ഞരമ്പ് മുറിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ, കത്തിയെടുത്ത് കുത്തിച്ചാത്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ട്രെയിനിന്റെ അടിയിലെ തല വെച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ ഇരുമ്പ് തന്നെ നാളെ നിന്റെ കൈകളിൽ അല്ലാഹു നൽകുകയാണ്. ആ ഇരുമ്പിന്റെ കഷണം കൊണ്ട് നിന്റെ ശരീരത്തെ നീ കീറി മുറിച്ചുകൊണ്ടിരിക്കും. എവിടെയാണ്? എവിടെയാണ്? ഫീനാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. നരകത്തിലാണ് പെങ്ങളെ, നരകത്തിലാണ് പെങ്ങളെ. ഈ ദുനിയാവിൽ നീ മരിക്കാൻ ആത്മഹത്യ ചെയ്താൽ, ആത്മഹത്യ ചെയ്യാൻ ഏതൊരു വഴിയാണോ നീ സമീപിച്ചത്, ഏതൊരു വഴിയാണോ നീ സ്വീകരിച്ചത്, അതേ അവസ്ഥ തന്നെയാ
കാലാകാലം നരകത്തിൽ നിനക്കുണ്ടാവുക എന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി. വമൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും വിഷം കഴിച്ചിട്ട് തന്റെ ശരീരത്തെ ആത്മാഹുതിയിലേക്ക് നയിച്ചാൽ നാളെ നരകത്തിലും അതേ കഠിനമായ വിഷത്തിന്റെ കോപ്പ നിന്റെ കൈകളിൽ നൽകപ്പെടുമത്രേ. അത് കുടിച്ചുകൊണ്ട് കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും പെങ്ങളെ. വമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു യതറദ്ദാ ബിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഭർത്താവിനോട് ദേഷ്യപ്പെട്ടിട്ട് തൂങ്ങിച്ചാവാൻ പോയാൽ, പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ തൂങ്ങിച്ചാവാൻ പോയാൽ, സൂയിസൈഡ് പോയിന്റിൽ പോയിട്ട് വലിയ പാറക്കല്ലിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടിയാൽ തന്റെ കുടുംബക്കാര് ഞങ്ങളുടെ കല്യാണം നടത്തി തരികയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കാമുകയും കാമുകനും നേരെ പോവുകയാണ്. കൊടൈക്കനാലിന്റെ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവുകയാണ്. ഇടുക്കിയിലെ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവുകയാണ്. രാമക്കൽമേടിന്റെ ആ മലമുകളിൽ കയറി നിന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് എടുത്തു ചാടി ചാവുകയാ. എന്റെ പൊന്നു പെങ്ങളെ, ഹബീബായ തങ്ങള് പറഞ്ഞ വാക്കാണ്. ആരെങ്കിലും മലയുടെ മുകളിൽ നിന്ന് എടുത്തു ചാടിയിട്ട്, ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടിയിട്ട്, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടിയിട്ട്, ഏതെങ്കിലും ഫാനിൽ നീ തൂങ്ങിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി നിന്റെ കഴുത്തില് കയറ് കുരുങ്ങി ചത്തുപോയാൽ യതറദ്ദാ ബിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. കാലാകാലവും നരകത്തിലും അതേ അവസ്ഥയിൽ കഴിയേണ്ടി വരുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊന്നും മരണത്തെ സ്വീകരിക്കണ്ട. ഈ മരണം നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ആ മയ്യത്ത് കൊണ്ടുവന്നാല് നല്ലവരൊക്കെ മാറി നിൽക്കണമെന്നാണ് മാലിക് ഇമാം പറയുന്നത്. ആത്മഹത്യ ചെയ്യപ്പെട്ട മയ്യത്ത് കൊണ്ടുവന്നാൽ നല്ല നല്ല മനുഷ്യന്മാരെ മാറി നിൽക്കണേ, മഹത്തുക്കള് മാറണേ. പക്ഷേ ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് ആത്മഹത്യ ചെയ്യപ്പെട്ട മയ്യത്ത് കൊണ്ടുവന്നപ്പോ അള്ളാന്റെ റസൂലിനോട് ഒരാൾ പറഞ്ഞു, നബിയേ ഇത് ആത്മഹത്യ ചെയ്ത മയ്യത്താണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, നീ കണ്ടോ? നബി തങ്ങളോട് സഹാബി പറഞ്ഞു, ഞാൻ കണ്ടു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദല്ല ഉസല്ലി അലൈഹി, എങ്കിൽ ഞാൻ ഈ മയ്യത്ത് നമസ്കരിപ്പിക്കുന്നില്ല. നമ്മളെ ബാധ്യത നമ്മൾ നമസ്കരിപ്പിക്കുന്നു, പിന്നെ ബാക്കി അള്ളാഹുവിന്റെ കൈകളിലാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ഭർത്താവിനോട് ദേഷ്യപ്പെട്ടിട്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നരകം 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 നരകം. പ്രണയ നൈരാശ്യം നരകം നരകം നരകം. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോടുള്ള കടമ നിറവേറ്റി, ഭർത്താവ് ഭാര്യയോടുള്ള കടമ നിറവേറ്റി, രണ്ടുപേരും നിറവേറ്റ്. ഇനി നിങ്ങൾക്ക് രണ്ടർക്ക് പ്രശ്നങ്ങളുണ്ടോ? ബെഡ്റൂമിൽ കയറി അവിടെ ഇരിക്ക്, ഒരര മണിക്കൂർ സംസാരിക്കും രണ്ടുപേരും. കഥ അടച്ചിട്ട് മക്കളുടെ മുന്നിൽ കടന്ന് ചാടണ്ട, മക്കളുടെ മുന്നിൽ ബഹളം ഉണ്ടാക്കണ്ട. ഭർത്താക്കന്മാരുടെ ചില പ്രശ്നം ഭാര്യമാരെ ആക്ഷേപിക്കും, മക്കളുടെ മുന്നിൽ ആക്ഷേപിക്കരുത്, ജനങ്ങളുടെ മുന്നിൽ ആക്ഷേപിക്കരുത്. ഭാര്യ അതേപോലെ ഭർത്താക്കന്മാരെയും ചിലപ്പോൾ തിരിച്ചു ആക്ഷേപിക്കും. പെണ്ണായി ഗതിയില്ലാത്ത വിവരമില്ലാത്ത ഇവന്റെയൊക്കെ തലയിൽ എന്റെ വാപ്പ എന്നെ കെട്ടിവെച്ച് കൊടുത്തല്ലോ പഠിച്ചവന്, വേറെ ഏതായാലും കള്ളുകൂടിയന്റെ കൂടെ പോയാൽ മതിയായിരുന്നു. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ചില പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ മുന്നിൽ പറയാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെറ്റാണത്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ചിലപ്പോ ഒരു പക്ഷേ ഈ പെണ്ണിൽ ഒരു മോശ സ്വഭാവം ഉണ്ടെങ്കിൽ ചിലപ്പോ അവിടെ നല്ല സ്വഭാവങ്ങൾ കാണാം. ഒരു ഭർത്താവിൽ മോശ സ്വഭാവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നെ സന്തോഷിപ്പിക്കുന്ന നല്ല സ്വഭാവങ്ങളും ഉണ്ടാകും. അത് നിന്നെ സന്തോഷിപ്പിക്കും. ഒക്കെ ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ തലാഖ് ചൊല്ലിയാൽ നമ്മുടെ മക്കളെ ആര് നോക്കും? നമ്മുടെ മക്കൾ ഉപ്പ എന്ന് എവിടെ വിളിക്കും? ഉമ്മ എന്ന് എവിടെ വിളിക്കും? ചിന്തിക്കൂ. എന്റെ പെണ്ണുങ്ങളെ, എന്തിന്റെ പേരിലാണ് തലാഖ് ചൊല്ലാൻ പോണത്? എന്തിന്റെ പേരിലാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ കല്യാണം കഴിച്ചു, ശാരീരികമായി ബന്ധപ്പെട്ടു, അതിലൂടെ നമുക്ക് മക്കളുണ്ടായി. ഇനി മരണം വരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടിയിട്ട് സ്വർഗത്തിലും ഇതേപോലെ ഈ ഭർത്താവും ഈ ഭാര്യയുമായിട്ട് ജീവിക്കാനുള്ള ഒരു പണി, അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കണം. അതുകൊണ്ട് എത്രയും വേഗം തലാഖിന് വേണ്ടിയിട്ട് നമ്മൾ വല്ല പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്ക്, അത് ഒഴിവാക്ക്. ഭർത്താവിന്റെ കയ്യിൽ പോയിട്ട് പൊരുത്തം വാങ്ങ്, അദ്ദേഹം തിരിച്ചു പൊരുത്തപ്പെട്ടുകൊട്. തന്റെ മക്കളെ രണ്ടുപേരും ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടുകൂടി ജീവിതത്തിലേക്ക് വാ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മഹല്ലുമായിട്ടോ ഖാദിമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ടോ ബന്ധപ്പെട്ട് പരസ്പരം പറഞ്ഞു തീർക്ക്, അല്ലെങ്കിൽ ക്ഷമിക്ക്. അതല്ലാതെ ഒറ്റയടിക്ക് തലാഖ്
തലാഖും ചൊല്ലി ഡിവോഴ്സും ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വഴി അവൾ അവളുടെ വഴി നമ്മുടെ മക്കള് വഴിയാധാരം ആ മക്കളെങ്ങാനും പിഴച്ചു പോയാൽ ഈ ഉപ്പയോടും ഈ ഉമ്മയോടുമാണ് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുക. ആ റബ്ബിന്റെ മുന്നിൽ നമ്മളെ ചോദ്യം ചെയ്യുമ്പോ ഈ ഉപ്പയുടെയും ഉമ്മയുടെയും പേരിലാണ് ഞങ്ങൾ പിഴച്ചു പോയതെന്നെങ്ങാനും ആ മക്കള് പറഞ്ഞാൽ നമ്മൾ എത്ര നിസ്കരിച്ചു ഇബാദത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അറിയില്ല. ആഖിറത്തിൽ നമ്മൾ നാണം കെടേണ്ടി വരും, നരകത്തിൽ പോകേണ്ടി വരും. പഠിച്ചോ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ പാളിച്ചകൾ അതൊക്കെ പറഞ്ഞ് തീർത്ത് അഡ്ജസ്റ്റ്മെന്റായി സന്തോഷമായിട്ട് റാഹത്തായിട്ട് മുന്നോട്ട് പോകും. പിന്നെ കുടുംബ ജീവിതത്തിൽ പ്രശ്നമില്ലാത്തവരാരുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം. നിങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും കൂടുതൽ സുഖലോലുപരായി കഴിയുന്നത് ഫിലിം സ്റ്റാറുകളാണ്, സിനിമ ഫീൽഡാണ്. ദിലീപും പെണ്ണുമ്പിള്ളയും വരെ തലാക്കായി, മനോജ് കെ ജയനും പെണ്ണുമ്പിള്ളയും തലാക്കായി. പിന്നെ കുറെ എണ്ണത്തിന്റെ പേരെ കൂടെ മറന്നുപോയി. ഇവരൊക്കെ തലാക്കായി. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇവർക്ക് എന്താ കുഴപ്പം? സമ്പത്തിന്റെ കുറവാ, സൗന്ദര്യത്തിന്റെ കുറവാ, എന്തിന്റെ കുറവാ? റിമി ടോമി വരെ തലാക്കായി. ക്രിമിയുടെ കൂടി ചടിച്ചാടി നടന്ന വണ്ണം അത് വരെ തലാക്കായി. എന്തിന്റെ കുഴപ്പം? അത് സൗന്ദര്യത്തിന് കുറവുണ്ടോ, സമ്പത്തിന്റെ കുറവുണ്ടോ, പിന്നെ വേറെ എന്തിന്റെ കുറവാ? നിങ്ങൾ ആലോചിച്ചു നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് 25 വർഷം ജീവിച്ച ഉർവശി ചിന്തിച്ചു നോക്ക്. പിന്നെ ഇവർക്കിടയിൽ ഇതിലുണ്ടെങ്കിൽ ഇത്രയും സുഖലോല. പിന്നെ നമുക്കൊക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണോ ഈ തലാഖ്? അള്ളാഹ് ഇഷ്ടപ്പെടൂല. നമ്മുടെ മക്കളെ പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ മക്കളെ നീ തലാഖല്ലേ, ഇയാള് കൊണ്ട് വേറെ പെണ്ണിട്ട് നീ എന്ത് ചെയ്യും? നിന്നെ ആര് കിട്ടും? പൂർവട്ടം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇക്കാമാരെ പുരുഷന്മാരെ നിങ്ങൾ കുറച്ച് മാപ്പ് ചെയ്തുകൂടെ? സഹോദരി നീയും കുറച്ച് വിട്ടുവീഴ്ച. 27 എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി പോയി. നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ നാടെന്നല്ല, ഓരോ മഹല്ലുകളും കെട്ടിക്കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ഞാനൊക്കെ കരുനാപ്പള്ളി ജോലി ചെയ്തല്ലേ. ഇപ്പൊ ഞാൻ ഏറ്റവും വലിയ മഹല്ല ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് മണക്കാട് വലിയ പള്ളി 60,000-ഓളം അംഗങ്ങളുള്ള പള്ളിയിലെ ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഞാൻ ഈ കേസ് ഇട്ട് ഇടപെടില്ല. നമ്മളിത് തലാഖ് ചൊല്ലി കൊടുക്കാനും പോകില്ല, ആ ചർച്ച ചെയ്യാനും പോലെ അങ്ങനെയുള്ള മസ്ലഹത്തിന്റെ ഭാഗം വല്ല ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുള്ള അല്ലാതെ ഇത് ഒഴിവാക്കി കൊടുക്കുന്ന ഒരു പ്രശ്നം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് കഴിവതും അതെല്ലാം ഒഴിവാക്കാതെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരസ്പരം പരിഹരിച്ച് ജീവിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താലൊക്കെ ഇനി അടുത്ത സന്ദർഭങ്ങളിൽ നമുക്ക് സൗകര്യം പോലെ ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഓവറായിട്ട് സംസാരിച്ച് വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. അതൊക്കെ ചിലപ്പോൾ ഈ സംസാരത്തിന്റെ ഇടയിലൊക്കെ വന്നു പോകുന്ന കേസ് കിട്ടാണ്. അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, കാര്യമായിട്ടൊന്നും പറഞ്ഞല്ല. അതുകൊണ്ട് അങ്ങനെ വല്ല വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തെയും ഈ പരിപാടികളെയും ഇവർ ചെയ്യുന്ന എല്ലാ നന്മകളെയും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇനി നാളെ ദുആയും മറ്റു പരിപാടികളൊക്കെ ഉണ്ട്, അതിലും എല്ലാവരും പങ്കാളിത്തം വഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണത്തിന് വിരാമം കുറിക്കുന്നു.